1 മണിക്കൂർ നിന്നോട് കൂടുന്ന ആരെങ്കിലും സംസാരിച്ചോ ഇന്ന് വരെ? ഈ നെഗറ്റീവ് തോട്ട്സ് കളയാൻ പ്രതിസന്ധി എനിക്കില്ലേ? എല്ലാവർക്കും ഉണ്ടാവും പ്രതിസന്ധി. ഇതൊന്നും ഇങ്ങനെ പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇന്നത്തെ ഇരിക്കണോ, നമുക്ക് കേൾക്കാം. ടൈം ബാങ്ക്, ബ്ലഡ് ബാങ്ക് പോലെ നമ്മൾ ടൈം ബാങ്ക് ഒരുക്കാണ്. 4 മണിക്കൂർ നിന്ന് അങ്ങോട്ട് പുറത്തു ഞാൻ കപ്പലുണ്ട്. അപ്പൊ അച്ഛൻ ഇങ്ങനെ കപ്പലടി. ധോണി 11,000 ചാടിയത്, ഞാൻ 15,000 കയറ്റിയതാ ചാടിയത്. ധോണിക്ക് 2 കിട്ടി, എനിക്ക് 1 കിട്ടി. ഒരു 1.5 മിനിറ്റ് ഫ്രീ ഫോൾ. ആ ഫ്രീ ഫോളിൽ ശരിക്കും ചെവിട്ടിക്കൂടെ കുറേ കിളികൾ പറന്നുപോയി. എൻ്റെ ജീവിതത്തിലെ സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം മരണത്തിൻ്റെ പക്കത്ത് സൂയിസൈഡ് ചെയ്യാൻ പോയ ഒരാളെയാണ്. എൻ്റെ ഒരു കിഡ്നി അവൻ്റെ വയറ്റിൽ വെച്ച് അവൻ ഇന്ന് 15 വർഷം 16 വർഷമായി സുഖമായിട്ട് ജീവിക്കുന്നു. 5ൽ പഠിക്കുന്ന കുട്ടിയാ. നീ എത്ര പഠിച്ച? ഞാൻ പലതും പഠിക്കും, നീ ആരാ? അയ്യോ അവൻ മരിച്ച ആളുടെ എല്ലും അസ്ഥിയും കിടക്കാൻ വേണ്ടിയിട്ട് കല്ലറ. എൻ്റെ ബോഡി മെഡിക്കൽ കോളേജിലാണ്. ഞാൻ അന്ന് അബ്ദുൽ കലാമിൻ്റെ കയ്യിൽ കൊടുത്തിട്ടുള്ളതാണ്. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ബോഡിക്ക് യാതൊരു വിലയില്ല. ട്രാവലിസ്റ്റ് പോഡ്കാസ്റ്റുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. പോഡ്കാസ്റ്റുടെ എപ്പിസോഡുകളിൽ ഏറ്റവും പ്രീഷ്യസ് എപ്പിസോഡ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇതാണ് ഞാൻ പറയും. കാരണം മറ്റൊന്നല്ല, നമ്മുടെ അതിഥിയാണ്. നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരിൽ ജാതി മത ഭേദം നോക്കാതെ അവരെ ചേർത്ത് നിർത്തുന്ന, അവരുടെ പ്രതിസന്ധികളിൽ ഒരു പ്രതീക്ഷയായി മാറുന്ന, അവരുടെ വിഷമങ്ങളിൽ കൈത്താങ്ങാവുന്ന ഒരു മനുഷ്യൻ. എൻ്റെ ജീവിതം തന്നെയാണ് എൻ്റെ സന്ദേശമെന്ന് ഈ ഒരു കാലഘട്ടത്തിൽ അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹമാണ് ഇന്ന് നമ്മുടെ ഗസ്റ്റായിട്ട് വന്നിട്ടുള്ളത്. ഞാൻ പറഞ്ഞു വരുന്നത് വേറെ ആരെക്കുറിച്ചല്ല, നമ്മുടെ സ്വന്തം ഫാദർ ഡേവിസ് ചിറമൽ. ചിറമലച്ചാ സ്വാഗതം. എങ്ങനെയുണ്ടായിരുന്നു? ചുമ നമ്മളെ ചുമ ഞങ്ങളുടെ കേട്ടോട്ടെന്ന് വെച്ച് അത്രയുള്ള സംഭവം. എന്താണ്, സുഖല്ലേ? പിന്നെ സുഖമാവണം എല്ലാവർക്കും, അതാണ് നമ്മുടെ ആഗ്രഹം. നമുക്ക് എല്ലാവർക്കും സുഖമാവണം. എനിക്ക് ഇത്തിരി അസുഖമായാലും കുഴപ്പമില്ല, മറ്റുള്ളവർക്ക് ഇത്തിരി സുഖം ഉണ്ടാവണം. അപ്പൊ ഞാൻ ഈ ചോദിച്ച പോലെ, സുഖമല്ലേ ചോദിച്ച പോലെ ഒരു ചോദ്യം കേൾക്കാൻ പലരും കാത്തു നിൽക്കുന്നുണ്ട്. അതാണ് പുതിയ ഒരു ഇനിഷ്യേറ്റീവ്. കറക്റ്റ്. അതായത് നമ്മളൊരാൾ കുറ്റം പറയാന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിന് ഒരു മുറിവാണത്. പക്ഷെ നമ്മൾ ആ സുഖലടാ എന്ന് ചോദിക്കുമ്പോൾ അതൊരു സോഫ്റ്റാണ്. മനുഷ്യൻ ഇന്ന് ഒരു നെഗറ്റീവ് ലോകത്തിലൂടെ കടന്നു പോവാണ്. ആ നെഗറ്റീവിൻ്റെ അറ്റത്തെത്തുമ്പോൾ കംപ്ലീറ്റ് ബ്ലാക്ക് ഔട്ടാണ്. ബ്ലാക്ക് ഔട്ട് ആയ പിന്നെ അവന് വെളിച്ചില്ല. അതായത് കണ്ണ് രണ്ടും തുറന്നു പിടിച്ചിട്ടും ഇരുട്ടിൽ നടക്കുന്ന മനുഷ്യരാണ് സൂയിസൈഡിന് പോകുന്നത്. അതായത് കണ്ണ് രണ്ടും തുറന്നു പിടിച്ചിട്ട് മനുഷ്യർ നടക്കുന്നത് കാണുന്നു, പൂമ്പാറ്റകളെ കാണുന്നു, നക്ഷത്രങ്ങളെ കാണുന്നു, മഴ കാണുന്നു, വെയിൽ കാണുന്നു, പക്ഷെ അവന് കംപ്ലീറ്റ് ഇരുട്ടാണ്. അവൻ മനസ്സിലാക്കുന്നത് ഇതൊന്നും റിയൽ അല്ല, ഇതൊന്നും എനിക്ക് ഒരു ഉപകാരമില്ല. സോ ഹി ഡിസൈഡ് ടു കമ്മിറ്റ് സൂയിസൈഡ്. ഇങ്ങനെ, അതായത് നമ്മൾ ഈ സൂയിസൈഡ് ചെയ്യുന്ന ആൾക്കാരുടെ അവസ്ഥകളെ കുറിച്ച് ഓർക്കുമ്പോൾ ഒരു രോഗമില്ല, ശരീരത്തില് രോഗമായിട്ട് മരിക്കുന്നവരുണ്ട്, ഒരു സർട്ടൺ പെർസെൻറ്റേജ് ഉണ്ടാവാം. എന്ന് കേൾക്കുന്നതോട് പറയാനുള്ളത്, ഈ സൂയിസൈഡ് ചെയ്യുന്ന പല ആൾക്കാരും അവർക്ക് കോടീശ്വരന്മാരുണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, അച്ഛന്മാരുണ്ട്, അതായത് സിസ്റ്റേഴ്സ് ഉണ്ട്, കൊച്ചു കുട്ടികളുണ്ട്. അപ്പം അതിൻ്റെ അവർക്കൊന്നും ഒരു രോഗമില്ല എന്നാണ് ഞാൻ പറയണത്. ഈ സൂയിസൈഡ് ചെയ്തിട്ടുള്ള ബോഡി മോർച്ചറിയിൽ വരുമ്പോൾ ആ ബോഡിയിൽ ഒരു രോഗമില്ല. ഇതിൽ പേടിപ്പെടുത്തുന്ന ഒരു കാര്യം ഇതിന്റെ നമ്പറാണ്. ഒരു ദിവസം 40 പേരോളം. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് തെറ്റാണ്. എന്താണെന്നറിയോ, സൂയിസൈഡ് ചെയ്താൽ നമ്മൾ മറച്ചു വെക്കാൻ നോക്കുക. ഇത് കിട്ടിയ കണക്കടി പറഞ്ഞത് 40 എന്ന്, അതിന്റെ ഇരട്ടി കണക്കിപ്പെടാത്തല്ല. ഒരാൾ സൂയിസൈഡ് പെട്ടെന്ന് വെട്ടി താഴെയിടും നമ്മള്, വലിയ സൂയിസൈഡ് ചെയ്തിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ മുറച്ചിൽ കൊണ്ടുപോകണ കുറെ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അതിൽ പെട്ടതാണ് 40, അപ്പൊ അതിന്റെ ഇരട്ടി ഉണ്ടാവും ഒരു ദിവസം കേരളത്തിൽ. അപ്പൊ ഈ സിറ്റുവേഷനിൽ പലപ്പോഴും പലരും അത് അങ്ങനെ ചെയ്യാൻ വിളിച്ചോട്, അവനെ എന്നോട് പറയാമായിരുന്നില്ലേ, അവൻ എന്തിനും ഇങ്ങനെ ചെയ്തേ, ഇതൊക്കെ കഴിഞ്ഞായിട്ട് ചോദിച്ചിട്ട് എന്താ കാര്യം. അപ്പൊ നമ്മൾ ഒരു അവസരം ഉണ്ടാക്കുന്നത്, ഈ പ്രത്യേകിച്ച് ഈ നമ്മുടെ കേരളത്തിൽ നിന്ന് ആൾക്കാർ മൊത്തം പുറത്തേക്കല്ലേ പോണത്. അവിടെ ചെല്ലുമ്പോൾ ആദ്യമൊന്നും തേനും പാലും ഒന്നല്ല, അവിടെ ഉണ്ടാകുന്നത് സംഘർഷങ്ങളിൽ കൂടെ അതിജീവിച്ചിട്ടാണ് അവരൊരു സ്ഥലത്ത് പിടിച്ചിക്കിടത്. UK ആണെങ്കിലും അമേരിക്ക ആണെങ്കിലും ഓസ്ട്രേലിയ ആണെങ്കിലും ന്യൂസിലൻഡ് ആണെങ്കിലും ദുബായ് ആണെങ്കിലും അവിടെ ചെല്ലുമ്പോൾ റഫ് മെറ്റീരിയലാണ്. പിന്നെ അതൊക്കെ മെഷീനിലിട്ട് സെറ്റാക്കി ഫിറ്റ് ചെയ്ത് വരുമ്പോഴാണ് അതിൽ രക്ഷപ്പെടുക. ചിലര് അതിൽ ക്രഷാവും.
അവിടെ വരുമ്പോൾ അവർ വിചാരിക്കും അവിടെ നിന്ന് പോന്നിട്ട് ഞാൻ രക്ഷപ്പെട്ടില്ല. മനസ്സിലായ? ഈ സാമ്പത്തിക ബാധ്യതകളാണ് ഒരു പ്രശ്നം. പിന്നെ റിലേഷൻഷിപ്പിൻ്റെ പ്രശ്നമാണ് മറ്റൊരു പ്രശ്നം. അങ്ങനെ ധാരാളം കാരണങ്ങളുണ്ട്. അപ്പോൾ അവൻ്റെ ഡിസിഷൻ എന്ന് പറയുന്നത് ഒറ്റ സെക്കൻഡിലാണ്. പല പ്രാവശ്യം ആലോചിച്ചിട്ട് ക്യാൻസൽ ചെയ്ത സാധനമാണ് ഒറ്റ സെക്കൻഡിൽ സംഭവിക്കണത്. ആ സെക്കൻഡിൽ നമ്മൾ അവനോട് പറയണം, നീ വെയിറ്റ് ചെയ്യേ, നീ ഇതൊന്ന് വിളിച്ചു നോക്കിയേ. അപ്പോൾ അതാണ് കേൾക്കാം എന്ന പ്രോജക്റ്റിലേക്ക് കടന്നു വരണത്. അപ്പോൾ ഇന്ന് കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള മലയാളികളായ എല്ലാവർക്കും ഒരു വലിയൊരു വാതിൽ തുറന്നിട്ടിരിക്കുകയാണ്. നിങ്ങളിത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യും. അവരെ കേൾക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇതിലേക്കൊന്ന് വിളിക്കൂ. കേൾക്കാമിലേക്ക് നിങ്ങളൊരു കോൾ ചെയ്യേ, എന്നിട്ട് ബാക്കി കാര്യം തീരുമാനിക്കാന്ന്. ജീവിതത്തിലൊരു പ്രതിസന്ധി വരുമ്പോൾ അല്ലെങ്കിൽ ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. അല്ല, നിനക്കിപ്പോൾ ഏറ്റവും അറ്റത്താണ് റോഡ് ചെന്ന് നോക്കുമ്പോൾ അവിടെ ഒരു നമ്മൾ കാർ ഓടിച്ച അറ്റത്ത് എത്തുമ്പോൾ എൻ്റെ എന്ന് എഴുതി വെച്ചിരിക്കുന്നു. ഇനി തിരിച്ചു പോകണം. അതൊന്നും തിരിച്ചു പോകാൻ പറ്റില്ല. അപ്പം തീരുമാനം എടുക്കരുത്. തിരിച്ചു പോകണം എന്നുള്ളത് എൻഡിൻ്റെ അർത്ഥം അവിടെ എൻഡെന്നല്ല, ആ റോഡിൻ്റെ എൻഡെന്ന് അർത്ഥം, നിന്റെ എൻ്റെ അല്ല. അപ്പം ആൾക്കാർ പെട്ടെന്ന് വിചാരിക്കണം ഇനിയൊരു വഴിയില്ല, ഒരു മാർഗമില്ല. ഇവിടെ മലയാളികൾക്ക് മാത്രമുള്ളൊരു ക്വാളിറ്റിയാണ്, മറ്റുള്ളവരുടെ വിഷമതകൾ കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഫീലാവും. ബാക്കിയുള്ളവർക്കൊന്നും അധികം ഞാൻ കണ്ടിട്ടില്ല. ഇപ്പം നമ്മളിപ്പോൾ എത്രയോ രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്, നമ്മുടെ എത്ര സംഘടനകൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരൊറ്റ സംസ്ഥാനം ഉണ്ടാവില്ല. മലയാളികൾ ഒരു 10 പേരുടെ അപ്പം തന്നെ ഒരു സംഘടന ഉണ്ടാക്കി, എടാ അവിടെ ഒരാൾക്ക് ഒരു വീടില്ല, അപ്പോൾ അത് പണിത് തുറക്കണം. ഇങ്ങനെയുള്ളൊരു ക്യാരക്ടറുള്ള ആൾക്കാരാണ് നമ്മൾ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയാം, ഈ കേൾക്കാമെന്നുള്ള പ്രോജക്റ്റ് എല്ലാ സംഘടനകളിലേക്കും ഈ ഒരു മെസ്സേജ് എത്തണം. സംഘടന എന്ന് പറഞ്ഞാലുണ്ടല്ലോ ഒരു 10-50,000 ഓർഗനൈസേഷൻ ഉണ്ടാകും മലയാളികളുടെ ഈ ലോകത്തിൽ. 50,000 അവരൊക്കെ ഇത് കേൾക്കണം. ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഓപ്ഷൻ നിങ്ങൾ ഉപയോഗിക്കണം. നിങ്ങൾക്ക് അങ്ങോട്ട് ക്രിട്ടിക്കൽ സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനോട് പറയാൻ പറ്റണില്ല, ഫ്രണ്ട്സിനോട് പറയാൻ പറ്റണില്ല, ഫ്രണ്ട്സ് പറഞ്ഞ പ്രശ്നമാവും, അവരങ്ങനെയൊന്നും കണക്കാക്കില്ല, അവിടെ പ്രശ്നം. അതായത് നമുക്കിപ്പോൾ പറയാൻ ആളില്ലാണ്ടല്ല, പറഞ്ഞ അങ്ങോട്ട് കിട്ടാൻ പോണ. അത് ശരി, പിന്നെ നമുക്ക് നെഗറ്റീവ് അടിക്കാൻ പോണതേ. അപ്പോൾ ഇവിടെ കേൾക്കാമെന്നുള്ളൊരു പ്രോജക്റ്റിൽ നിങ്ങളെ കുറ്റപ്പെടുത്താനിരിക്കുന്ന ആളല്ല, അത് കുറ്റപ്പെടുത്തില്ല. നീ എന്ത് കുറ്റം ചെയ്തിട്ടാണെങ്കിലും ഞങ്ങളിരിക്കുന്നത് നിങ്ങളെ കേൾക്കാനാണ്. ഫുൾ ടൈം പേഷ്യൻ്റ് ഹിയറിങ്, അതായത് ശാന്തമായി നിന്നെ കേൾക്കാൻ തയ്യാറായിട്ടാണ് ഇരിക്കണത്. ഒരു ടീം 1000-ഓളം നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഇപ്പൊ തന്നെ 10-300 ആയിട്ടുണ്ട്. 1000-ഓളം പ്രൊഫഷണൽസ്, ഹെൽത്ത് പ്രൊഫഷണൽസ് ആണ്. അത് ട്രെയിനിങ് എടുത്തിട്ടുള്ള ആൾക്കാർ, ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാർ, അതായത് മനസ്സിൽ പഠിച്ചിട്ടുള്ള ആൾക്കാർ. അല്ലാണ്ട് എല്ലാവരും കയറി നിങ്ങളോട് വർത്താനം പറയില്ല. ഡോക്ടേഴ്സ്, റിട്ടയർഡ് ഡോക്ടേഴ്സ്, നഴ്സസ്, നഴ്സിംഗ് സൂപ്രണ്ടുമാർ, കളക്ടർമാർ, റിട്ടയർഡ് ആയിട്ടുള്ള IAS ഓഫീസേഴ്സ്, മോട്ടിവേഷണൽ സ്പീക്കേഴ്സ്, ലോയേഴ്സ്, സോഷ്യൽ വർക്കേഴ്സ്, പ്രീറ്റ്സ്, സിസ്റ്റേഴ്സ്, ഇവരൊക്കെ ഉണ്ടാവും. പക്ഷെ അവരെല്ലാവരും ഇതിന് വേണ്ടതായ കോഴ്സ് പാസ്സായി എന്ത് പറയണം എന്നതിനേക്കാൾ എന്ത് പറയാതിരിക്കണം, ഈ വിളിക്കുന്ന ആളോട് എന്ത് പറയണം എന്ത് പറയാതിരിക്കണം, ഇതൊക്കെ നിങ്ങൾക്കൊരു കോഴ്സ് നടത്തിയിട്ട് നമ്മൾക്ക് സാറ്റിസ്ഫൈഡ് ആയ ആളെ മാത്രമേ നമ്മൾ ഈ ഒരു നിങ്ങൾ അറ്റൻഡ് ചെയ്യാനായിട്ട് നിർത്തുള്ളൂ. സോ ദിസ് എ പ്രൊഫഷണൽ. നിങ്ങളെ ഗൈഡ് ചെയ്യാൻ പറ്റാവുന്ന ചില വണ്ടിയിൽ നമ്മൾ അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ, ബസ്സിൽ കയറി കഴിഞ്ഞാലുണ്ടല്ല, നമുക്ക് ഡ്രൈവർ കാണുമ്പോൾ അടിച്ച് പൊളിക്കട്ടാ, കാരണം ബെസ്റ്റ് ഡ്രൈവിംഗ് ആണെന്ന്. അതുപോലെ നിങ്ങളുടെ കയ്യിലേക്ക് ഒരാൾ സംസാരിക്കാൻ, നിങ്ങളെ കേൾക്കാൻ വരുന്ന ആള് ബെസ്റ്റ് ഡ്രൈവറാണ്. നിങ്ങളെ ഡ്രൈവ് ചെയ്ത് ലക്ഷ്യസ്ഥാനത്തിൽ എത്തിക്കാൻ കഴിവുള്ള ആളെയാണ് നമ്മൾ അറേഞ്ച് ചെയ്ത്. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ പറയുന്നത്, ഈ ലോകത്ത് എവിടെ മലയാളോടും പറയുന്നത്, നിങ്ങൾക്ക് തോന്നാണ് ഐ ക്യാൻ എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ അല്പസമയം, ഏറ്റവും വിലപ്പെട്ടത് സമയമാണ്. അപ്പോൾ പുതിയൊരു കൺസെപ്റ്റ് നമ്മൾ തുടങ്ങുന്നത്, മുടിദാനം, രക്തദാനം, അവയവദാനം, അന്നദാനം, മുലപ്പാൽ ദാനം പോന്നിട്ടുണ്ട്, ഇതേ വരുന്നു സമയദാനം, ടൈം ബാങ്ക്, ബ്ലഡ് ബാങ്ക് പോലെ നമ്മൾ ടൈം ബാങ്ക് ഒരുക്കുകയാണ്. അപ്പോൾ എന്നെ കേൾക്കുന്നതിൽ പ്രൊഫഷണൽസ് ആയിട്ടുള്ള ഹെൽത്ത് പ്രൊഫഷണൽ ആൾക്കാർ ചിന്തിക്കേണ്ടത്, നിങ്ങൾക്കൊരു ഓപ്ഷൻ ഉണ്ട്, നിങ്ങളുടെ സമയം. പല ആൾക്കാരുണ്ടല്ലോ ഒരു പണിയിൽ വെച്ച വെറുതെ ഇങ്ങനെ ഇരിക്കുക, പിള്ളേരെ കല്യാണം കഴിഞ്ഞ് പോയില്ലേ, ഞാനൊരു ഗവൺമെന്റ് ഗസറ്റ് ഓഫീസറാണ്,
ഇപ്പം ഇനിയിപ്പോൾ ജോലിയൊന്നുമില്ലല്ലോ. എടാ ജോലി ഉണ്ടോ? തൻ്റെ സമയം തന്നെ അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാൻ പറ്റും. താൻ പറയേ ഞാനൊരു മണിക്കൂർ മാറ്റി വയ്ക്കച്ച ഒരു ദിവസത്തിൽ ഏത് സമയമുണ്ട് നിനക്ക് ഇഷ്ടമുള്ള സമയം. എന്നാ വൈകിട്ട് നീ 10 മണിക്കാ 11 മണിക്കാ നിന്റെ പറയണ സമയത്ത് ഇങ്ങനെ ഒരാൾ നിന്നോട് സംസാരിക്കാൻ തയ്യാറാണ്. അപ്പോൾ ടൈം കൊടുക്കുക. അപ്പോൾ സമയം ദാനം ചെയ്ത ആൾക്കാർ പ്രൊഫഷണൽസ് ഒരു ഭാഗത്ത്, എൻ്റെ സമയം കഴിഞ്ഞു ഇനി എനിക്ക് വേണ്ട എന്ന് പറയുന്ന ആൾക്കാർ ഇപ്പുറത്ത്. അവരാണ് സൂയിസൈഡിൻ്റെ പക്കത്തെത്തി നിൽക്കുന്നവർ. അവർക്ക് ഒരു താങ്ങാവാൻ നമ്മൾ ആലോചിക്കണം. നമുക്ക് ഭക്ഷണം കൊടുക്കാം, വസ്ത്രം കൊടുക്കാം, ജോലി കൊടുക്കാം, വീട് വെച്ച് കൊടുക്കാം, ഇതൊക്കെ ആൾക്കാർ ചെയ്യുന്നുണ്ട്. പക്ഷേ മരണത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഒരാളോട് തിരിച്ചു കൊണ്ടുവരാന്ന് പറഞ്ഞാൽ അത് മറ്റെന്തും ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് എൻ്റെ ജീവിതത്തിലുള്ളത്. അതിനാണ് നമ്മൾ ഒരു വിഭാഗക്കാരെ ഞാൻ പറയുമ്പോൾ ഞാൻ ക്ഷണിക്കുന്നത്. പ്രൊഫഷണൽസ്, മെഡിക്കൽ പ്രൊഫഷണൽസ്, അല്ലെങ്കിൽ മോട്ടിവേഷണൽ സ്പീക്കേഴ്സ്, ഇവരൊക്കെ വേണം. ഇപ്പം നമ്മുടെ കൂടെ ജസ്റ്റിസ് കുര്യൻ ജോസഫ് സാറുണ്ട്, മുതുകാട് സാറുണ്ട്, സന്തോഷ് കുളങ്ങരയുണ്ട്, കസ്റ്റംസ് കമ്മീഷൻ ടിജു സാറുണ്ട്. അങ്ങനെ എല്ലാവരും സമൂഹത്തിലുള്ള എല്ലാ മേഖലകളിലും സമൂഹത്തിനെ സേവിക്കുന്നവരുടെ ഒക്കെ സാന്നിധ്യം ഇതിൻ്റെ ഒപ്പമുണ്ട്. ഇതൊരു 1000 ഒന്നല്ല, ഇതൊരു 10,000 പേരുടെ ഒരു സമൂഹമായിട്ട്. ഇത് പിന്നെ ജപ്പാൻ, ചൈന, ഉഗാണ്ട, മാൾട്ട, ദുബായ്, ഖത്തർ, ഷാർജ, അമേരിക്ക, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് എല്ലാ ഭാഗത്തു നിന്നുള്ള ആൾക്കാരുടെ, അതായത് നമ്മൾക്ക് കേരളത്തിന് വളരെ അഭിമാനകരമായ ഒരു കാര്യം, ഒരു രാജ്യത്ത് ഇങ്ങനത്തെ ഒരു സംവിധാനമില്ല. ഉണ്ട്. എങ്ങനെയാണ്? അത് ഞാൻ സൂയിസൈഡ് അതെ നിങ്ങളെ പോലീസ് വിളിക്കട്ടാ, പോലീസ് വിളിച്ചിട്ട് കാര്യം. അപ്പൊ നമ്മൾ അങ്ങോട്ട് പൊക്കോട്ട ഇങ്ങോട്ട് പൊക്കോട്ടെ, ഇതല്ല നമ്മൾ പറയുന്നത്. ഇരിക്കണോ നമുക്ക് കേൾക്കാം. ഇതാണ് നമ്മുടെ കൺസെപ്റ്റ് തന്നെ. അതായത് ഇരുന്ന് കേൾക്കാന്ന്, നീ ബഹളം വെക്കേണ്ട, ഇന്നത്തെ ഇരിക്കണോ നമുക്ക് കേൾക്കാം. ഇതാണ് നമ്മുടെ സ്ലോഗൻ തന്നെ. നമ്മുടെ അതാണ്, ഇരിക്കണോ നമുക്ക് കേൾക്കാം. അപ്പോൾ നമ്മളെ കേൾക്കാൻ, ഞാൻ ഇപ്പം എന്നെ കേൾക്കുന്ന ചോദിക്കട്ടെ, നിങ്ങൾക്കിപ്പോൾ ഒരു കുടുംബമുണ്ട്, നിങ്ങൾക്ക് ഭർത്താവുണ്ട്. ഞാൻ ഭർത്താവിനോടൊന്ന് പറഞ്ഞു വയ്ക്കുന്നു, അതെ എനിക്ക് 1 മണിക്കൂർ സംസാരിക്കണം. ആൾ എന്ത് പറയും? 1 മണിക്കൂറാ? എനിക്ക് 1 മണിക്കൂർ സംസാരിക്കണം. നീറ്റ് പോയിടുന്ന ഓരോ കാര്യങ്ങൾ. ഏത് ഭർത്താവ് എന്നെ കേൾക്കണമെന്ന് സമ്മതിക്കും? ഭാര്യയോട് പറയണ ആടെ റോസിലേ എനിക്ക് 1 മണിക്കൂർ ആരിക്കില്ല. ആ ഓഫറാണ് നിങ്ങൾക്ക് തരണത്. നിങ്ങൾ ആ ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ നിങ്ങളെ ക്ഷമയോടുകൂടെ, ഒരു ധൃതിയില്ല, ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള സമയമാണ്. 1 മണിക്കൂർ നിന്നോട് കൂടെ ആരെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ ഇന്ന് വരെ? ഇല്ല. ഒരു ഇന്റർവ്യൂ പോലും 1 മണിക്കൂർ ഉണ്ടാവില്ലേ? മനസ്സിലായ? അപ്പൊ 1 മണിക്കൂർ എന്നോട് സംസാരിക്കോ? ഉവ്വ്, നീ പറയേ, നിനക്ക് കുറെ പറയാണ്ടാവും, പറഞ്ഞോ, ഒക്കെ ഞാൻ കേൾക്കാം, ഞാൻ ഇവിടെ ഉണ്ട്. എന്നിട്ട് പറയേ, ശരി നീ പറടാ, പറഞ്ഞു നീ വറ്റും, നീ ഒന്നും പറയാനില്ലാണ്ടാവും. അത്രേ ഉള്ളൂ. നീ പറഞ്ഞില്ലപ്പോ. ഈ പറയാനായിട്ട് നിനക്ക് എന്നെ മനസ്സിലാക്കാൻ ആരില്ല, എന്നെ ആരും മനസ്സിലാക്കാനില്ല, ഞാൻ പറയുന്നത് കേൾക്കാൻ ആരുമില്ല. ഇതെല്ലാം നിന്റെ പ്രശ്നം. മനുഷ്യന്റെ പ്രശ്നം എന്താണ്? നമ്മളൊരു കാര്യം എന്ന് പറയാം, അതൊക്കെ ഉണ്ടാവും, ഇതൊക്കെ അല്ല പ്രശ്നങ്ങള്. അപ്പൊ തട്ടിയത്. അപ്പൊ നമ്മള് പിന്നെ ആള് പറയേണ്ട കാര്യം, ഞാനേ അങ്ങനെ ഒരു പ്രതിസന്ധി എനിക്കില്ലേ, എല്ലാവർക്കും ഉണ്ടാവും പ്രതിസന്ധി, ഇതൊന്നും ഇങ്ങനെ പറയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ തട്ടി. അപ്പൊ എന്നെ കേൾക്കുന്നോട് പറയണത്, ഇങ്ങനെ നിങ്ങളോട് സംസാരിക്കില്ല. നിങ്ങൾ എന്ത് പറഞ്ഞാലും മറ്റേ പാട്ടുണ്ട്, അതുപോലെ നിന്നെ കേൾക്കാനായിട്ട് അവരവിടെ നിന്നെ കേൾക്കാൻ ആൾക്കാർ ഇരിക്കും. അവിടെ ഇരുന്ന് നിന്നോട് സംസാരിക്കും. നിനക്ക് ഒരു മടുപ്പും തോന്നില്ല. നിങ്ങളിതൊക്കെ കേൾക്കുന്നുണ്ട്. ആ ഒരു ഡൊണേഷനാണ്, സമയദാനമാണ് ഈ കേൾക്കാമെന്നുള്ളത് നമ്മൾ ഉദ്ദേശിക്കുക. നമ്മളിതിൻ്റെ സിസ്റ്റം എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങൾ വിളിക്കുമ്പോൾ നിങ്ങൾക്ക് ഉടനെ തന്നെ ഒരു ലിങ്ക് വരികയാണ്. അതിൽ നിങ്ങളുടെ പ്രോബ്ലംസിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ചോദിക്കും. അത് ചോദിച്ച് നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നേരെ കൗൺസിലിംഗ് സെൻ്ററിലേക്ക് ഇത് എത്തണം. അപ്പോൾ നിങ്ങളുടെ ഡാറ്റാസ് നമുക്ക് മനസ്സിലായി. അപ്പോൾ തന്നെ നമുക്ക് ടൈം ഡൊണേറ്റ് ചെയ്തിട്ട് ആൾക്കാരുടെ ലിസ്റ്റ് ഉണ്ട്. ആ ലിസ്റ്റിലേക്ക് അവരുടെ നമ്പർ നിങ്ങൾക്ക് ഇട്ട് തരും. നിങ്ങൾ നേരിട്ട് വിളിക്കുക. വിളിക്കുമ്പോൾ ഹലോ
ഞാനിങ്ങനെ കേൾക്കാമില്ല. കേൾക്കാം, പറഞ്ഞോളൂ. ഞാനിവിടെ ഇവിടുന്ന് കൊട്ടക്കടന്ന് വിളിക്കണേ. എന്താ പേര്? എന്താ പ്രശ്നം? സമയമുണ്ടോ കേൾക്കാൻ? സമയമുണ്ടല്ലോ, അതുകൊണ്ടല്ലോ നമ്മള് താൻ പറയടോ. നിങ്ങളോട് നിങ്ങളെ കുറ്റപ്പെടുത്തുന്നൊരു വാക്ക് പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇപ്പോൾ സാന്ത്വനമാണ് ആവശ്യം. കാരണം നിങ്ങൾ വിഷമിച്ചിട്ട് വിളിക്കണേ. അപ്പം അതുകൊണ്ട് നിങ്ങളോട് പറയും. അപ്പോൾ അതെന്താ വെച്ചാൽ ഉത്തരം പറയാം, താങ്കൾ എല്ലാ കാര്യങ്ങളും പറ. അങ്ങനെ പറഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഈ ബലൂൺ ഉണ്ടല്ല, വീർപ്പിച്ച് വെച്ചിട്ട് നീ നിൽക്കണം. അതിൻ്റെ ഒരു കയ്യൊന്ന് അടച്ചു വയ്ക്കാൻ കംപ്ലീറ്റ് കാറ്റാ പോകും. കാറ്റ് പോയി കഴിയുമ്പോൾ നിൻ്റെ പ്രഷർ പോയി. ഈ ബലൂൺ പ്രഷറിലല്ല നിൽക്കണത്. കാറ്റ് പോയി കഴിഞ്ഞാൽ നീ ആർ കൂൾ, മിസ്റ്റർ കൂൾ ആയി മാറി നീയേ. അപ്പം അങ്ങനെയുള്ളൊരു സിസ്റ്റം. ഇത് തുടക്കം മാത്രമല്ല കേട്ടോ, നമ്മളിത് പെർമനൻ്റ് ആയിട്ട് കേരളത്തിൻ്റെ ഒരു ഐഡൻറ്റിറ്റി ആയിട്ട് തീർക്കാൻ പോവാണ്. നമുക്കൊരു 5 വർഷം കഴിയുമ്പോൾ അതിൻ്റെ റിസൾട്ട് ടോട്ടൽ കണക്ക് വരുമ്പോൾ പറയണം ആത്മഹത്യാ നിരക്ക് കുറഞ്ഞു. നമുക്കത് ലക്ഷ്യമുള്ളൂ. 100 പേര് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിന്ന് നമുക്കൊരു 10 പേരെ ജീവിതത്തിൽ തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയ. ഞാനെന്നെ കേൾക്കുന്നതോടൊക്കെ പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ മക്കളെ വളർത്തിക്കൊണ്ടുവന്നു, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് ജോലി എടുത്ത് കുറേ സമ്പാദിച്ചു, വലിയ കാറ് വാങ്ങിച്ചു, ഫോൺ വാങ്ങിച്ചു, സ്ഥലം വാങ്ങിച്ചു, വീട് പണിത്, ഇതൊക്കെ നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ തരും. പക്ഷേ ഒരു മനുഷ്യനെ, മരിക്കാൻ പോകുന്നൊരു മനുഷ്യനെ ജീവിതത്തിലേക്ക് നിങ്ങൾ വഴിയായിട്ട് തിരിച്ചു കൊണ്ടുവന്നാൽ മാറ്റത്തിനൊന്നൊരു കാര്യമില്ലടോ. മരണത്തിൽ നിന്നൊരു മനുഷ്യനെ, ഇപ്പം എൻ്റെ ജീവിതത്തിലെ സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം മരണത്തിൻ്റെ പക്കത്ത് സൂയിസൈഡ് ചെയ്യാൻ പോയ ഒരാളെയാണ് എൻ്റെ ഒരു കിഡ്നി അവൻ്റെ വയറ്റിൽ വെച്ച് അവൻ ഇന്ന് 15 വർഷം 16 വർഷമായി സുഖമായിട്ട് ജീവിക്കുന്നു. ആ ഒരു പ്രവൃത്തിയിൽ നിന്ന് കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു സംഘടന തന്നെ രൂപപ്പെട്ടു. കേൾക്കാം എന്നുള്ള ഈ ഒരു മിഷൻ, ഈ ഒരു ഇനിഷ്യേറ്റീവ് തുടങ്ങാൻ എന്തായിരുന്നു ഒരു കാരണം? കേൾക്കാം എന്നുള്ള പ്രോജക്റ്റ് തുടങ്ങുന്നത്, ഞാൻ UK സർവ്വമത സമ്മേളനത്തിന് വരികയാണ്. ഞാൻ വത്തിക്കാനിൽ പോയിരുന്നു സർവ്വമത സമ്മേളനത്തിന്. മരിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കൂടെ ഞങ്ങളുണ്ടായിരുന്നു, തങ്ങളൊക്കെ ഉണ്ടായിരുന്നു, സ്വാമിജിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നടന്നത് UK അതിന് ഞാൻ വരികയാണ്. വരാനായിട്ട് 3 ദിവസം ഇരിക്കുമ്പോഴാണ് ഞാനൊരു വാർത്ത എനിക്ക് കേൾക്കണത്. എന്നെ വിളിച്ച് പറയണം, എൻ്റെ ഡോക്ടർ, എന്നെ ഓപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഡോക്ടർ സൂയിസൈഡ് ചെയ്തു. ഈ കിഡ്നി എൻ്റെ 16 വർഷം ഒരു അസുഖമില്ല, ഒന്നുമില്ല. അതെന്നെ ഞെട്ടിച്ചു. അതാണ് എന്നെ കേൾക്കാമിലേക്ക് നയിച്ചത്. ഇത് കഴിഞ്ഞ് ഞാൻ UK വന്ന് ഇറങ്ങണം. അപ്പോൾ തൃശ്ശൂർക്കാരുടെ ഒരു അസോസിയേഷൻ മീറ്റിങ്ങിൽ ഡോക്ടർ ജസ്നി ദീപക്കൊക്കെ വരാൻ എന്നെ കാണാമെന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് എനിക്ക് അവിടെ പോകാൻ പറ്റിയില്ല. അപ്പോൾ അവരെന്നെ തേടി ഞാൻ താമസിക്കുന്ന വീട്ടിൽ വന്നു. അപ്പം ഞാൻ ഈ ഡോക്ടറുടെ കാര്യം പറഞ്ഞു. അപ്പോൾ അവിടെ ഒരാൾ പറയുന്നത്, ഇവിടെ അടുത്തൊരു ക്യാൻസറായിട്ട് ഭാര്യ മരിച്ചു, ഭർത്താവ് സൂയിസൈഡ് ചെയ്തു. ഭാര്യ മരിക്കില്ലേ? എന്തോരം ആൾക്കാരുടെ ഭാര്യമാർ മരിക്കണം, ഭർത്താക്കന്മാർ മരിക്കില്ലേ? ഒരു അസുഖമില്ലാത്ത ആ മനുഷ്യനെ സൂയിസൈഡ് ചെയ്തു. ഇപ്പം കുട്ടികൾ ഗവൺമെൻറ്റിൻ്റെ കസ്റ്റഡിയിൽ. ഇത് കേട്ട് നിന്നിട്ട് ഞാൻ ഇങ്ങോട്ട് തിരിച്ചു പോരാൻ നിൽക്കണ് കേരളത്തിലേക്ക്. 2 ദിവസമുള്ള ഇനി വരാനായിട്ട്. അപ്പം എൻ്റെ ഇടവേടെ 2-3 അപ്പുറത്തെ ഇടവേലത്തെ അച്ഛൻ സൂയിസൈഡ് ചെയ്തു. 10-35 വയസ്സുള്ള ചെറുപ്പക്കാരൻ അച്ഛൻ. ഇത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ജസ്റ്റിന് നമുക്കിതിനൊരു പ്രോജക്റ്റ് ഉണ്ടാക്കണം. പേര് ഇപ്പം എന്നെ പറയാൻ തോന്നുന്നു. അപ്പാലേക്ക് അന്ന് മായയിൽ വന്ന പേരാണ് കേൾക്കാം. അതിപ്പോൾ ആൾക്കാരൊക്കെ കേട്ടു, കേൾക്കാം. അങ്ങനെയാണ് ഇത് തുടങ്ങണത്. അപ്പോൾ ഞാൻ നമ്മുടെ ബാക്കി എൻ്റെ പരിചയപ്പെട്ട എല്ലാവരും, ഇപ്പോൾ ജസ്റ്റിസ് കുര്യൻ ജോസഫ്, അപ്പോൾ അവിടെ കിഡ്നി ദാനം ചെയ്തിട്ടുള്ള 2 പേരുണ്ട്, അസിച്ചേട്ടൻ, സിബിച്ചേട്ടൻ, ഇവരൊക്കെ വിളിച്ചു. അവരെല്ലാവരും പറഞ്ഞു നല്ല കാര്യമാണ് അച്ഛൻ. നമ്മളെല്ലാവരും ഇവിടെ കൂട്ടിച്ചേർന്നു. പിന്നെ ഞാൻ മുതുകാടനെ വിളിച്ചു, നമ്മുടെ ടിജു സാറിനെ വിളിച്ചു, കസ്റ്റംസ് കമ്മീഷണർ വിളിച്ചു, അതുപോലെ സന്തോഷ് കോളങ്കര. എല്ലാവരും പറഞ്ഞു ഏറ്റവും ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഈ കേൾക്കാൻ ആളില്ലാതായത് അത് ഒന്ന് TV വന്നോട് കൂടിയിട്ട്. പണ്ട് കാലത്ത് നമുക്ക് കേൾക്കൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ടാ റേഡിയോ ഉണ്ടായിരുന്നല്ലോ. റേഡിയോ നമ്മൾ കേൾക്കലായിരുന്നു കൂടുതൽ, കാണൽ അധികം ഉണ്ടായിരുന്നില്ല. പക്ഷെ കാണലും കേൾക്കലും കൂടി കല്യാണം കഴിച്ചു. അതോടുകൂടി നിന്നെ കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞ പോലെ TV വന്നോടുകൂടി ഒരു പരപ്പ ആൾക്കാർ സ്റ്റക്കായി, ഇരിപ്പായി. അതായത് അതിന് പ്രത്യേകം എന്നറിയോ, റേഡിയോ ആണെങ്കിൽ ആൾക്കാർ ഇരിക്കില്ല, നടക്കാം, വീട്ടിൽ പണിയെടുക്കാം, കേട്ടാൽ മതി. TV അതോടുകൂടി നടക്കണ ആൾക്കാർ ഇരുത്തി. കാരണം ഇത് കാണണമെങ്കിൽ എല്ലാം ഇരിക്കണ്ടേ. റേഡിയോ ആണെന്ന് വെച്ചാൽ റേഡിയോ അവിടെ വെച്ചിട്ട് രാത്രി വോളിയം കുറച്ച് നോക്കിയിട്ടാ ഞാൻ അവിടെ പണിയെടുക്കുന്നുണ്ട്,
ആ വോളിയം കുറച്ച് വയ്ക്കാം അപ്പാ അപ്പം അത് വെച്ചിട്ട് എവിടേക്ക് വേണമെങ്കിൽ പോവാം. ടി വി വെച്ചിട്ട് ഒരിടത്തേക്ക് പോകാൻ പറ്റുമോ? ടി വി വെച്ചാൽ അതിന് മുമ്പിലിരിക്കണം. അപ്പോൾ നമ്മളവിടെ സ്റ്റക്കായി. നമ്പർ 1. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ സാധനം കയ്യിലേക്ക് വന്നു, ടി വി കയ്യിലേക്ക് വന്നു, മൊബൈല് കയ്യിലേക്ക് വന്നു. പണ്ട് മൊബൈലിൽ പ്രശ്നം ഉണ്ടായിരുന്നില്ല, കാരണം സ്ക്രീനില്ല. അപ്പോഴും കേൾക്കലായിരുന്നു, അത് കുഴപ്പമില്ലായിരുന്നു. അത് കഴിഞ്ഞ് സ്ക്രീൻ അതിലേക്ക് വന്നു. സ്ക്രീൻ വന്നാലും അധികം കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ ടി വി ഒക്കെ മൊത്തം അതിലേക്ക് വന്നു. ഏത് ടി വിയിൽ കിട്ടുന്ന ഇന്റർനെറ്റ് വന്നു. ഇന്റർനെറ്റ് വന്നോട് കൂടിയിട്ട് പിന്നെ കേബിളൊന്നും വേണ്ട, വൈഫൈ വന്നു. വൈഫൈ വന്നപ്പോൾ മറ്റേ ഡാറ്റ എടുക്കേണ്ട പ്രശ്നം ഉണ്ടായിരുന്നു. വൈഫൈ ഫ്രീ ആയിട്ട് വന്നു തുടങ്ങി. അതോടുകൂടി ആൾക്കാർക്ക് ഫുൾ ടൈം ഇവൻ്റെ കണ്ണ് കുമ്പിട്ടിട്ടിരിക്കണേ, മുകളിലേക്ക് നോക്കാൻ നേരമില്ലാണ്ടായി. മൊത്തം ഇങ്ങനെയായിപ്പോയി. ഈ ഒരു വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കണമെങ്കിൽ പോലും ആൾക്കാർ മൊബൈൽ അടുത്ത് വെച്ചിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. കമ്മ്യൂണിക്കേഷൻസ് അതുകൊണ്ട് ഭയങ്കര ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. കാരണം ഫാസ്റ്റായി നമ്മുടെ ഡിസിഷൻസ്. അത് നാളെ പറയാടാ, അത് അങ്ങനെ ഇല്ല, ഇപ്പം തന്നെ പറയാം, ഓൺ ദ സ്പോട്ട് നമുക്കൊരു കാര്യം. അതെ, കേരളത്തിൽ ഇപ്പോൾ എത്ര പേര് ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവും ഇന്നലെ? ഹലോ, കേരളത്തിൽ എത്ര പേര് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്? സാധനം കയ്യിലെത്തി. നമ്മൾ അതിപ്പോൾ എങ്ങനെ ഇപ്പോൾ നമ്മളൊരു സർവേ ഒക്കെ എടുക്കണ്ടേ? ഏത് സർവേ? ഇപ്പം ഞാൻ ചോദിക്കണം, അതെ എനിക്കിപ്പോൾ ഫ്രഷ് ആപ്പിൾ ജ്യൂസ് എവിടെ നിന്ന് കിട്ടും? നിയർ ബൈ കട മനസ്സിലായി. എവിടേക്ക് പോകണം ചോദിക്കണ്ട, ഗൂഗിൾ മാപ്പ് അങ്ങോട്ട് പോവാ. ഞാൻ ഹലോ സംസാരിക്കണ്ട പ്ലീസ്, ഓർഡർ ചെയ്തു. ഹൗ മെനി മിനിറ്റ്സ്? 2 മിനിറ്റ്സ് ആണെത്തി. ഇങ്ങനെ വരുമ്പോൾ ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ കുറേ വന്നപ്പോൾ ആൾക്കാർ മുഴുവൻ ഇതിന് ഉപയോഗിക്കാൻ തുടങ്ങി. പക്ഷെ ഇതിൻ്റെ ബാഡും ഉണ്ട് ഇതിൽ. ഏതിനും രാത്രിയും പകലും ഉണ്ടല്ലോ. രാത്രിയും പകലുള്ള സാധനമാണ് നമ്മുടെ കയ്യിൽ. എല്ലാത്തിനും രാത്രിയും പകലുണ്ട്. ഒരു നാണയത്തിന് 2 വശം എന്ന് പറഞ്ഞ പോലെ ജീവിതത്തിന് 2 വശമുണ്ട്. സുഖവും ദുഃഖവും ഉണ്ട്, രാത്രിയും പകലുണ്ട്, ചൂടും തണുപ്പുണ്ട്, എല്ലാം ഉണ്ടല്ലോ. അപ്പം അതിൽ ആൾക്കാർ ഈ നെഗറ്റിവിസത്തിനെയാണ് ഇപ്പോൾ അതൊരു ഭയങ്കര അതിലോട്ട് ഒതുങ്ങി അല്ലേ. ഞാൻ പറയട്ടെ, അതായത് നിങ്ങൾ നോക്കൂ, ഇന്ന് ഒരു സിനിമ വിജയിക്കണമെങ്കിൽ ആദ്യം തന്നെ ഇപ്പം ഈ സാമ്പാർ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ അതല്ല മത്തങ്ങ വേണം, പിന്നെ കുമ്പളങ്ങ എന്തായാലും വേണം, വെണ്ടക്കായ വേണം, പിന്നെ മുരിങ്ങയിലാണ്ട് പറ്റില്ല. ഇങ്ങനെ ഒരു സിനിമ ഉണ്ടാക്കുമ്പോൾ ആദ്യം വേണ്ട സാധനങ്ങളുടെ ഇതൊക്കെ ഉണ്ടായാലും വിജയിക്കുള്ളൂ എന്ന്. അല്ലാണ്ട് കഥയോ ആ ഒരു അനുഭവം ഒന്നല്ല. ഇന്ന സാധനങ്ങളൊക്കെ ഇതിൽ വേണം. അപ്പം അതിൽ ഇപ്പോൾ വരുന്ന സിനിമകളുടെ മൊത്തം വരുന്നത് വെച്ചാൽ ഒരു കൊലപാതകം ഇല്ലാത്ത. അതുകൊണ്ട് ഇപ്പോൾ നിറയെ കൊലപാതകങ്ങളായില്ലേ, സൂയിസൈഡുകൾ, കൊലപാതകങ്ങൾ, ഗുണ്ടായിസുകൾ. ഇപ്പോൾ ഗുണ്ടകൾക്കാണ് ഇപ്പോൾ ഭയങ്കര ഡിമാൻഡ്, മനസ്സിലായി? അപ്പോൾ പിള്ളേർ വിചാരിക്കണത് സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നിനക്ക് സിനിമയ്ക്ക് ചാൻസ് ഉണ്ട്. നസീറിൻ്റെ ഒക്കെ കണ്ടിട്ടുണ്ട്, നസീർ, സത്യൻ, എന്നൊക്കെ പറയണേ. അവർക്കൊക്കെ അവരുടെ സാധാരണ ജനങ്ങളുടെ അനുഭവങ്ങൾ ഒപ്പിയെടുക്കലാണ്. അല്ലാതെ ഈ മറ്റേ കുറേ രാജ്യങ്ങളിൽ ഗുണ്ട നടക്കുന്ന സംഭവങ്ങൾ, കൊലപാതകം, ഇതൊന്നും അവരുടെ മനസ്സിലില്ല. ഇന്നൊരു സിനിമയിലും മൊത്തം ഈ പേരുകൾ നോക്കൂട്ടോ: കൊത്ത്, ഒറ്റ്, വെട്ട്, ഗുണ്ട. ഞാൻ വെറുതെ പറഞ്ഞല്ല, ഇതൊക്കെ ഞാൻ പറഞ്ഞു സിനിമയുടെ പേരുകളാ. കംപ്ലീറ്റ് എല്ലാ പേരുകളിൽ തന്നെ നെഗറ്റീവ്സ് ആണ്, മനസ്സിലായി? അപ്പം അതുകൊണ്ട് ഞാൻ പറയാം, സൂയിസൈഡിൽ ചെന്ന് പെടുന്ന കുറേ മനുഷ്യർ നെഗറ്റീവ് തോട്ടുകൾ മനസ്സിൽ സ്റ്റോർ ചെയ്ത് വെച്ചവരാ. ബി പോസിറ്റീവ്. അതിനെങ്ങനെ ഇറക്കി വിടലാണ് നമ്മുടെ കേൾക്കാനുള്ള ലക്ഷ്യം. നമ്മൾ കാണുന്നത് ഒരു നീലാകാശം, നീലാകാശത്തോണിൽ, അതുപോലെ നീലാകാശം, ഒരു ചെറിയൊരു അരുവി, ഒരു മരം, 2 മൈനകൾ അവിടെ ഇരിക്കുന്നു, ഒരു മാൻ, 2 ആട്. ഇങ്ങനെയുള്ളൊരു പ്രശാന്ത സുന്ദരമായ ഒരു ഗ്രാമീണ അന്തരീക്ഷം നമ്മുടെ മനസ്സിലുണ്ടാവണം. ഇതെല്ലാണ്ട് തോക്കും കൈ പിടിച്ചിട്ട് വെടിവെക്കുന്ന ഇരുട്ട്, ബ്ലഡിൻ്റെ കളറ്, ഒച്ച, ബഹളം. ഇന്ന് മൊത്തം പിള്ളേർ അങ്ങനെയായി. അതായത് ഈ DJ പാട്ട് എന്നൊക്കെ പറഞ്ഞിട്ടേ, പാട്ട് നല്ലതാണ്, താളവും നല്ലതാണ്. ഞാനിപ്പോൾ ഇത് ഈ ഓണത്തിന് എൻ്റെ ഇടവയിൽ പഞ്ചവാദ്യം നൽകിയത്, പഞ്ചവാദ്യം
നിന്നങ്ങോട്ട് പെരുക്കുക. എന്താ രസം കാണാൻ. ഞാൻ ഈ പഞ്ചവാദ്യം ഉണ്ടല്ലോ, നമ്മൾ തൃശ്ശൂർ പൂരം നടക്കണില്ലേ, ഈ പഞ്ചവാദ്യത്തിന് നടക്കുന്നത് എന്താ ഒരു നിൽക്കുണ്ടാവാത്തത്? അത് സംഗീതത്തിന്റെ ഒരു ലയനമാണ് അവിടെ നടക്കണത്. ഇരഞ്ഞിത്തറ മേളം അവിടെ എന്തിട്ട് നിൽക്കുണ്ടാക്കാനില്ലേ? മേളാണ്. ആ സംഗീതവും താളവും ലയത്തിൽ ഇങ്ങനെ നിൽക്കണ മനുഷ്യര്, അതാണ് യഥാർത്ഥ സംഗീതം. മറ്റുള്ളവർ നമ്മളെ വൈബ്രേറ്റ് ചെയ്യിക്കുന്ന രീതിയിൽ ഞാനെന്നിട്ട് അകമ്പനം കൊള്ളിക്കുകയാണെന്നല്ലേ. അതായത് മനുഷ്യനെ സൂത്ത് ചെയ്തതിനെ കൊണ്ടുപോകണം. അവൻ്റെ മൈൻഡ് ഒരു ചെടി വളരുന്നത് പോലെയാണ് മനുഷ്യൻ വളരേണ്ടത്. ഒരു ചെടിക്ക് നനച്ച് നമ്മൾ കാണില്ല, ദേ പൂണ്ടായിട്ടാ ദേടാ കായുണ്ടായി, ഇതേപോലെ നമ്മൾ വരണം. മനസ്സിലായ? അബ്നോർമൽ ഗ്രോത്ത് ആവരുത്, പെട്ടെന്ന് അങ്ങോട്ട് വലുതാവും. അതിൻ്റെ പേരാണ് ക്യാൻസർ. ഈസി മനുഷ്യൻ പെട്ടെന്ന് വലുതാവാൻ പാടില്ല. കുട്ടികൾ അങ്ങനെയാണ്, ചില ഹൈപ്പർ ആക്റ്റീവ് കുട്ടികൾ കണ്ടുണ്ടോ? അത് രോഗണത് നോർമൽ ഗ്രോത്ത്. അതായത് ചില കുട്ടികൾക്ക് ഭയങ്കര ഗ്രോത്താ. 5ൽ പഠിക്കുന്ന കുട്ടിയാ, എടാ നീ എത്ര പഠിച്ച? ഞാൻ പലതും പഠിക്കും, നീ ആരാ? അയ്യോ ഇതെന്തത്? സ്വാഭാവികമായിട്ട് നമുക്ക് ആ കുട്ടിയിലൊന്നും പ്രതീക്ഷിക്കണില്ല. പക്ഷെ കുട്ടി ഭയങ്കര ഒരു 10-50 വയസ്സുള്ള ആളുടെ ഗ്രോത്തിലേക്ക് എത്തി. നമ്മൾ നെഗറ്റീവായിട്ടുള്ള ചിന്തകളിലൂടെ നമ്മുടെ മൈൻഡിനെ കൊണ്ടുപോയാൽ അതൊരിക്കലും നല്ലൊരു എൻഡിലെത്തില്ല. പിന്നെ അത്യാഗ്രഹങ്ങൾ. ഞാൻ പറഞ്ഞേ മറ്റുള്ളവർക്ക് കൂടുതലുണ്ടായി, നീ എന്തിനാ ആകുലപ്പെടണേ? പ്രശ്നങ്ങൾ മുഴുവൻ അതാ. അവൻ്റെ അത്രയ്ക്ക് എനിക്ക് എത്തണം, അവന് കിട്ടിയ പോലെ എനിക്ക് കിട്ടണം. ഞാൻ പറഞ്ഞ നിനക്ക്, ഞാൻ എപ്പോഴും പറയാറുണ്ട് പിള്ളേരോട് ക്ലാസ് എടുക്കുമ്പോൾ, നിങ്ങൾ യേശുദാസ് ആവാൻ നോക്കരുത്, നിങ്ങൾ സച്ചിൻ ആവാൻ നോക്കരുത്, മദർ തെരേസ ആവാൻ നോക്കരുത്. ഒരിക്കലും പറ്റില്ല. എന്താ കാരണം എന്നറിയോ? നീ അതിനു വേണ്ടി ജനിച്ചിട്ടില്ല. യേശുദാസിന് സച്ചിനാവാൻ പറ്റില്ല, സച്ചിന് മദർ തെരേസ ആവാൻ പറ്റില്ല. കാരണം ഓരോരുത്തരും നീ അവരെ പോലെ അവരിൽ നിന്ന് കണ്ട് പഠിച്ചോ, പക്ഷെ അവരാവാൻ നോക്കരുത്. നമ്മുടെ പൊട്ടൻഷ്യൽ എന്താന്ന് നോക്കി അതിനെ അത് ഞാൻ പറയുന്നത്, നമ്മൾ ഒരാളെ പോലെ ആവാൻ നോക്കിയാൽ നമ്മുടെ ശരീരത്തിൽ തന്നെ ഒരു മുടിയെ പോലത്തെ ഒരു മുടിയില്ല. നമ്മുടെ ശരീരത്തിൽ തന്നെ ഈ ഒരു മുടി ഉണ്ടില്ല, ഇതുപോലത്തെ ഒരു മുടി വേറെ ഇല്ല. ഇറ്റ് ഈസ് യുണീക്കാണ്. അപ്പൊ നീ ഒരിക്കലും എനിക്ക് അതുപോലെ ആകണം വേണ്ട, നീ ആവണം. പക്ഷെ അവൻ്റെ നിന്ന് നിനക്ക് പഠിക്കാവുന്നതൊക്കെ പഠിക്കാം. യു ആർ ഡിഫറെന്റ്. അപ്പൊ ആൾക്കാരോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്തിനാ വെറുതെ അവരെ പോലെ ഇവരെ പോലെ ആകാൻ നോക്കരുത്, ആവരുത്. ടീച്ചറായിക്കോ, പക്ഷെ തോമസ് മാഷ് ആവാൻ നോക്കരുത്. നീ തോമസ് മാഷിനെ പോലെ നിനക്ക് ആവാനായിട്ട് പറ്റില്ല. തോമസ് മാഷ് ഒരെണ്ണുള്ള ഈ ലോകത്തില്, മനസ്സിലായിണ്ട? നീ പി സുശീല ആവാൻ നോക്കരുത്. ഒരൊറ്റ സുശീലയെ ദൈവം സൃഷ്ടിച്ചിട്ടുള്ളൂ. പിന്നെ നീ നിന്റെ പേരെന്താ? എൻ്റെ മർഗിലി, അപ്പോ പി മർഗിലി. പക്ഷെ സുശീലയുടെ പാട്ടൊക്കെ പഠിച്ചു നീ, പക്ഷെ സുശീലയാവാൻ നോക്കരുത്. മനുഷ്യന്റെ പ്രശ്നം അതാ. അല്ല, അവന് കിട്ടിയത് എനിക്ക് കിട്ടണം, അവനെ പോലെ ആകാൻ പറ്റില്ല. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടതേ, റോസാപ്പൂവ് കാണാൻ നല്ല ഭംഗിയുണ്ട്, മുക്കുറ്റിപ്പൂവ് പറയണ എനിക്ക് റോസാപ്പൂ പറ്റില്ല. മുക്കുറ്റിപ്പൂവ്, നീ മുക്കുറ്റിപ്പൂവായാൽ മതി, നല്ല മുക്കുറ്റിപ്പൂവാ. താമര നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഓക്കെ, ബൊഗമില കണ്ടിട്ടില്ലേ? എല്ലാം പൂക്കളാണ്. നമ്മൾ നമ്മളുടെ അവസ്ഥയിൽ നമ്മൾ എന്തിനാ മറ്റുള്ളവരെ പോലെ? ഇപ്പം ഞാൻ ആലോചിക്കണം, എനിക്ക് മാർപ്പാപ്പയാവണം. എന്തിനേ? നീ ഒരു അച്ഛനായി, നീ നല്ല അച്ഛനാവുക, അത്ര വേണ്ടു. നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങൾ ലിമിറ്റ് ചെയ്യണം. നമ്മൾ അപ്പം തന്നെ ഈ അത്യാഗ്രഹങ്ങൾ എന്നുള്ള ആത്മഹത്യകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരില്ല. നമ്മളൊരു ദിവസം വിൽ ഡൈ, നമ്മളൊരു ദിവസം മരിക്കും. മരിക്കേണ്ട ആൾക്കാരുടെ പേരാണ് മർത്യൻ. മരണമുള്ളവന്റെ പേരാണ് മർത്യൻ, മരണമില്ലാത്തവന്റെ പേരാണ് അമർത്യൻ. അപ്പൊ നീ മരിച്ചോളും, നീ വിഷമിക്കണ്ട. വൺ ഡേ യു വിൽ ഡൈ. അത് നിന്റെ ഫുൾഫിൽമെന്റ് ആണ്, അതിലൊരു തടസ്സമൊന്നുമില്ല. ആരാണെങ്കിലും മരിക്കും. പക്ഷെ നീ ആ മരണത്തെ കയ്യിലെടുക്കരുത്. ഇറ്റ് ഈസ് ഡേഞ്ചറസ്. മരണത്തെ തൊടാൻ പാടില്ല നമ്മൾ. അത് ഡിസൈഡഡ്, അത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. ജനിച്ചതിന് നിനക്ക് വല്ല കൈയുണ്ട? ഒരു കയ്യില്ല. മരണത്തിന് നിനക്ക് കൈയിടേണ്ട ആവശ്യമില്ല. ആൾക്കാരോട് ഞാൻ പറഞ്ഞത്, നീ ജനിച്ചത് നിന്റെ സമ്മതത്തോടു കൂടിയല്ല. യു വിൽ ഡൈ വൺ ഡേ, ദാറ്റ് ഇസ് ബൈ ഡിസൈഡഡ് ബൈ ഗോഡ്. പക്ഷെ നീ ഒരിക്കലും നിന്റെ പ്രതിസന്ധികളിൽ നിന്നെ സഹായിക്കാൻ ആരുമില്ല. അത് പറയരുത്, കേൾക്കാം.
എന്നൊരു പ്രോജക്റ്റ്, എന്നൊരു കൂട്ടം ആൾക്കാർ നിന്നെ കേൾക്കാൻ തയ്യാറാണ്. അവർ നീ അവഗണിക്കരുത്. അപ്പം അതുകൊണ്ട് സെപ്റ്റംബർ 20 തൃശ്ശൂരിലെ വെഡ്ഡിങ് വില്ലേജിൽ വെച്ചിട്ട് നമ്മളിത് ലോഞ്ച് ചെയ്യണം. ഇത് ലോഞ്ച് ചെയ്താൽ ലോകത്തുള്ള എല്ലാ രാജ്യത്തേക്കും നമ്മുടെ ഈ ഫ്ലയേഴ്സ് വരും, അതിൽ നമ്പർ വരും. അപ്പോൾ നിങ്ങൾക്ക് 10-15 നമ്പറുകളുണ്ട്. നിങ്ങളൊരു കോൾ വിളിച്ച് മറ്റൊരാൾ എൻഗേജ് ആണെങ്കിൽ അപ്പം മറ്റേ കോളിൽ നിങ്ങൾക്ക് കോൾ കിട്ടും. ആ കിട്ടുമ്പോൾ ഡീറ്റെയിൽസ് കിട്ടുന്നു. നമ്മളങ്ങനെ നമ്മുടെ ആ ഒരു ചിലപ്പോൾ നിങ്ങൾ 3ാമത്തെ 4ാമത്തെ പ്രാവശ്യത്തെ അറ്റംപ്റ്റിലായിരിക്കും വിളിക്കേണ്ടാവുക. ഒരു പ്രാവശ്യം അറ്റംപ്റ്റ് ചെയ്തു, ഫെയിലിയറായി, പിന്നെ അറ്റംപ്റ്റ് ചെയ്തു. നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഏതൊരു പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട്, ഒരു ചെടിയുടെ കമ്പ് നിനക്ക് വെട്ടണമെങ്കിൽ നീ ആലോചിക്കണം, ആ ചെടി ഒരു കമ്പ് ഉണ്ടാക്കാൻ നിനക്ക് കഴിവുണ്ടോ? ഇല്ല, പിന്നെ നീ വെട്ടരുത്. അതുപോലെ നിന്റെ ജീവിതത്തിൻ്റെ ഇത് മുറിക്കാൻ നിനക്ക് അവകാശമില്ല. കാരണം നീയല്ല നിനക്ക് ജന്മം തന്നത്, ദൈവമാണ്. ഇറ്റ് ഈസ് ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്ന കാര്യത്തെ എന്തിനു നീ എടുത്ത്? ശരിയാണ്, നിന്റെ പ്രഷർ കൊണ്ടാണ്. ആരും നിന്നെ വിലമതിക്കണില്ല, ആരും നിന്നെ കേൾക്കണില്ല, ആരും എന്നെ അംഗീകരിക്കണില്ല, ആരും എന്നെ സഹായിക്കില്ല, ഒക്കെ ശരി തന്നെ. പക്ഷെ ഇങ്ങനൊരു സിസ്റ്റം ഉണ്ടെന്ന് നീ വിളിക്കൂ. വിളിച്ചിട്ട് അതിൽ ഫെയിലിയർ ആവുന്ന ആ ഒരു ഓപ്ഷൻ കൂടെ നീ എടുക്കണം. അതാണ് ഈ കേൾക്കാം എന്നുള്ള പ്രോജക്റ്റ്. കേൾക്കാം, ഇരിക്കടോ, നമുക്ക് കേൾക്കാം. അപ്പം നമ്മൾ ഈ പണ്ടൊക്കെ പാലത്തുമ്മ ഇരിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു കുറെ. ഈ പാലുണ്ടല്ലോ, അവിടെ എങ്ങനെ ഇരിക്കും, എന്നിട്ട് വരടാ വാടാ അങ്ങനെ ബീഡിയൊക്കെ വലിച്ച്, ചിലപ്പോൾ സ്മോളൊക്കെ അടിച്ച് പാലത്തിന്റെ അടിയിലുണ്ടോ മറ്റു സാധനം, അവിടെ നിന്ന് പൊക്കി ഇങ്ങോട്ട് തരും. അതിന് അവിടെ ഇരുന്ന് പാലത്തുമ്മ ഇരുന്ന് കുറെ വർത്താനം പറയും. കാരണം അന്ന് TV ഒന്നുമില്ല. അന്ന് കുറേ വർത്താനങ്ങളൊക്കെ പറയും. ചിലപ്പോൾ സ്മോളൊക്കെ അടിക്കുന്നവരുണ്ടാവും, ചിലപ്പോൾ സ്മോൾ അടിക്കാത്തവരുണ്ടാവും. വീഡിയോ ഒക്കെ വലിച്ചാൽ ചീട്ട് കളിച്ച് കബഡി കളിച്ച് ഗോലി കളിച്ച് പൊമ്പരം കൊത്തി കളിച്ച് അങ്ങനെ ഉണ്ടായിരുന്നൊരു കാലം. അതൊക്കെ ഇപ്പോൾ പോയി. ഇപ്പം എല്ലാവരും ഈ മൊബൈലും അതുപോലെ തന്നെ വലിയ ഇപ്പോൾ കാശുണ്ടാക്കാനുള്ള പല പല മാർഗങ്ങളുണ്ട്. അതിൻ്റെ പിന്നാലെ പോയി കെണിയിൽ വീഴുന്നവർ. അപ്പോൾ ലഹരി പറയണ്ടപ്പോൾ, അതായത് മനുഷ്യനാണോ എന്ന് തന്നെ നമ്മൾ അപ്പനെ കുത്തിക്കൊല്ലുക, അമ്മേനെ ചവിട്ടിക്കൊല്ലുക, മോനെ കൊല്ലുക, പ്രസവിച്ച അമ്മ, സ്വന്തം മകൻ, അങ്ങനെയൊക്കെ ഒരു നെഗറ്റീവ്സിൻ്റെ കാലത്താണ് നമ്മളിത് ഇറങ്ങിത്തിരിക്കണത്. നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. നല്ല മനസ്സുള്ള സുമനസ്സുകളെല്ലാവരും ഇതിൻ്റെ ഭാഗമായിട്ട് വരണം. ഞങ്ങളോട് അസോസിയേറ്റ് ചെയ്യണം. നമുക്ക് എല്ലാവരെയും കുറ്റം പറയാനായിട്ട് നമുക്ക് പ്രത്യേക പഠിപ്പൊന്നും വേണ്ട. അത് നമുക്ക് ജന്മന കിട്ടിയിട്ടുള്ള ഒരു കാര്യമാണ്. ആര് വേണമെങ്കിൽ കുറ്റം പറയാം. നമ്മൾ വിചാരം എന്ന് വെച്ചാൽ ഒരാളെ കുറ്റം പറഞ്ഞാൽ അവനേക്കാൾ വലുതായി എന്നാണ് നമ്മുടെ വിചാരം. കുറ്റം പറയുമ്പോൾ ആ കുറ്റത്തിൻ്റെ ഒരു അംശം നിന്റെ നാവിൽ കൂടെ വരികയാണ്. അവിടെ കുറ്റം പറയാം. അതിനൊക്കെ കുറേ ആൾക്കാരുണ്ടല്ലോ. അതിനിവിടെ വേറെ കുറ്റം കണ്ടുപിടിക്കാനുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. നീ അതിനെ ഇറങ്ങിത്തിരിക്കണ്ട. നീ നല്ലത് പറയാനായിട്ട് മറ്റുള്ളവരോട് ഈ കേൾക്കാം പ്രോജക്റ്റിലൂടെ നിങ്ങളാണ് നന്നാവാൻ പോണത്. നമ്മളൊരു മനുഷ്യനോട് നല്ലത് പറയുമ്പോൾ കേട്ടോൻ ചിലപ്പോൾ അത് കേട്ടു എന്ന് വരില്ല, പക്ഷെ പറഞ്ഞ് നീ നന്നാവിടെ. അപ്പം അതുകൊണ്ട് കേൾക്കാം പ്രോജക്റ്റിന്റെ ഭാഗമായാൽ ബെനിഫിറ്റ് നിങ്ങൾക്ക് ഉണ്ടാവും. നിങ്ങൾ എന്താ പറയാൻ പോണത്? അത് ശരി, അങ്ങനെയുണ്ടല്ലേ, അപ്പോൾ അത് അങ്ങനെ വരുമോ? അത് അത്രയല്ലേ ഉള്ളൂ. നീ അവനെ പറഞ്ഞ് നീയാ നന്നാവൂ. ഏത് നിനക്ക് ചിലപ്പോ പറയണ നീയുണ്ടല്ല, കുറച്ച് എനിക്കുണ്ടായിരുന്നു എൻ്റെ പ്രശ്നം. അവന്റെ പ്രശ്നം കേട്ട് കഴിഞ്ഞപ്പോ അപ്പൊ ഇതൊന്നും പ്രശ്നമല്ലാതെ ഞാനല്ലേ പ്രശ്നമല്ലാന്ന് പറഞ്ഞ പിന്നെ എനിക്കെന്നൊരു പ്രശ്നം. അപ്പൊ അതുകൊണ്ട് ഇത് രണ്ടു കൂട്ടർക്കും ബെനിഫിറ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. സമയം ഉള്ള എല്ലാവരും ഇതിന്റെ ഭാഗമാണ്. അതായത് റിട്ടയർഡ് ആയിട്ടുള്ള കുറേ അപ്പനമ്മമാർ വീട്ടിലിരിപ്പുണ്ട്, എഡ്യൂക്കേറ്റഡ് ഹെൽത്ത് പ്രൊഫഷണലിൽ ജോലി ചെയ്തിരുന്നവർ. ആരും റിട്ടയർഡ് ആയെന്ന് കരുതരുത്. ഞാൻ ഈ കേൾക്കാന്നുള്ള കോൺസെപ്റ്റ് ആദ്യം കേട്ടപ്പോഴേ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ഒരു കുംഭസാരക്കൂടായിരുന്നു. സത്യത്തിൽ അത് കാലങ്ങളായിട്ടൊരു നമുക്കൊരു സിസ്റ്റം അവിടെ ഉണ്ട്. അതിനും കൂടെ അതിന്റെ ഭാഗമാക്കി കഴിഞ്ഞാൽ അവിടെ അത് സത്യമായിട്ടും അത് ഇപ്പൊ കുംഭസാരിക്ക എന്ന് പറയുമ്പോൾ ആ വൈദികൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ സൊല്യൂഷനൊന്നും പറയലല്ല, കേൾക്കലാണ് മെയിനായിട്ട്. സൊല്യൂഷനൊക്കെ ആ വ്യക്തിയുടെ കൂടി തീരുമാനത്തിൽ കൂടിയല്ലോ. നമ്മളവിടെ നിർദ്ദേശങ്ങൾ കൊടുക്കും, അത് അവസാനം. എല്ലാം കേട്ട് കഴിയുമ്പോൾ ആ പറഞ്ഞു കഴിയുമ്പോൾ തന്നെ അവൻ്റെ മനസ്സിൽ നിന്ന് അതെല്ലാം പോയി. അപ്പം ഞാൻ പറയുന്നതാണ്, താങ്കൾ പറഞ്ഞത് ശരിയാണ്. ഒരാൾ അയാളുടെ സങ്കടങ്ങൾ പറഞ്ഞാൽ
ആ സങ്കടങ്ങൾ പിന്നെ അവൻ്റെ മനസ്സിലുണ്ടാവില്ല, അത് പോയി. പക്ഷേ അതൊന്നും പോവാത്ത ചിലതുള്ള കെണികളിലൊക്കെ ഒന്ന് പെട്ടിട്ടുള്ള ധാരാളം പ്രതിസന്ധികളാണ് മനുഷ്യൻ ഇങ്ങനെ കമ്മിറ്റ്മെൻറ്റിന് തയ്യാറാവുന്നത്, സൂയിസൈഡിലേക്ക് തരുന്നത്. അപ്പോൾ അവിടെ എല്ലാത്തിനും സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റില്ല, പക്ഷെ ആ സ്പോട്ടിൽ നമുക്ക് ചിലപ്പോൾ ഒരു സ്പാർക്ക് അവന് കിട്ടും. കേൾക്കാമെന്ന് പറയുന്ന ഒരു പുതിയൊരു മിഷൻ, അച്ഛൻ തുടങ്ങി വെച്ച ഒരു മിഷനും പുറകോട്ട് പോയിട്ടില്ല. എല്ലാതും എന്താ പറയുക വളർന്ന് പന്തലിച്ചിട്ടേ ഉള്ളൂ. ആക്സ് ആണെങ്കിലും എത്രയോ മിഷൻസ്, എത്രയോ ഇനിഷ്യേഷൻ ചെയ്തിട്ട് എത്രയോ പരിപാടികൾ അച്ഛൻ. ഞാനിപ്പോൾ ഈ 21-ാം തീയതി ഞാൻ UK പോവാണ്. അവിടെ ഞാൻ തുടങ്ങി വെച്ചൊരു കാര്യമാണ് ഉപഹാർ, അതായത് അവയവദാനം. അവിടെ ഉപഹാർ അവിടെ 8 വർഷം 9 വർഷം ഇപ്പോൾ NHS UK NHS അപ്പോൾ അതിൻ്റെ ഒരു വീക്കാണ്, ഓർഗൻ ഡൊണേഷൻ വാരമാണ്. അതിന് ഞാൻ 25-ാം തീയതി അതിനുവേണ്ടി പോയി 26-ാം തീയതി വരും. അപ്പോൾ അവിടെയും അതിൻ്റെതായ ഫലങ്ങൾ ഉണ്ടാക്കാനായിട്ട് പറ്റുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലുണ്ടല്ലോ, ഒരു കമ്പ് വെട്ടിയാൽ അപ്പം മറ്റു സൈഡിൽ തളിർക്കും. ഞാൻ ആൾക്കാരോട് പറയാനുള്ളത്, നിങ്ങളൊരു കാര്യം നിങ്ങളെക്കുറിച്ച് ഒരാൾ കംപ്ലൈൻറ്റ് പറഞ്ഞുകൊണ്ട് ലീവ് ഇറ്റ്. ഇപ്പുറത്ത് നിനക്കൊരു കമ്പ് മുളയ്ക്കാനുണ്ട്, ആ തളിർക്കും അത്. അപ്പോൾ അതുകൊണ്ട് ഒരു ആരെങ്കിലും വെട്ടി നിങ്ങളെ മുറിപ്പെടുത്തി ധൈര്യമായിട്ടിരിക്കും. വെട്ടിക്കളഞ്ഞോടത്താണ് 4 കമ്പ് വരിക, ഒരു കമ്പാണ് വെട്ടിയത്, 4 തളിർപ്പുകൾ വരും. അതാണ് ലൈഫ്. അതിൻ്റെ മാതൃകയാണ് ഒരു ചെടി എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കും നിങ്ങൾ എത്ര പേര് വഴക്കുറഞ്ഞുണ്ട്? 10 പേര്. ഈ ലോകത്ത് എത്ര പേരുണ്ട്? ബാക്കിയുള്ളവർക്ക് അവിടെ നിൽക്കണില്ലേ? അല്ല, അവരായിട്ട് അറിയില്ല, പക്ഷെ അവരാരും നിന്നെ കുറ്റം പറഞ്ഞിട്ടില്ലല്ലോ. നീ മനസ്സിലാക്കേണ്ടത്, നീ ഒരു പരീക്ഷയിലെ തോറ്റത് അല്ലേ? എത്ര എക്സാം ഉണ്ടായിരുന്നു? 12 എണ്ണം. 11 എണ്ണത്തിന് ജയിച്ചോ? അത് ജയിച്ചു. എന്നിട്ടാ നീ ഇപ്പം എന്നിട്ടുണ്ടായത്? നീ ഇപ്പോൾ വണ്ടി ഓടിച്ചു, ഇടിച്ചു, എല്ലാവരും നിന്നെ കുറ്റം പറഞ്ഞു. എത്ര വർഷം ഈ വണ്ടി ഓടിക്കാൻ തുടങ്ങിയിട്ട്? 25 വർഷം. ഇപ്പോഴല്ലേ ഇടിച്ചുള്ളൂ? ഈ 25 വർഷം വണ്ടി ഓടിച്ചപ്പോൾ വല്ലതും നല്ലതായിട്ട് ഓടിക്കണം നിന്നോട് വല്ലവരും പറഞ്ഞിട്ടുണ്ടായിരുന്ന? ഇല്ല. ഇടിച്ചപ്പോൾ കുറ്റം പറയാൻ കുറേ ആൾക്കാരുണ്ട്. അതാണ് ലൈഫ്. മനുഷ്യൻ അങ്ങനെയാണല്ലോ, കുറ്റം പറയാൻ ഇഷ്ടം. നമ്മുടെ ചുറ്റുമുള്ള നല്ല കാര്യങ്ങൾ കാണാൻ ബേസിക്കലി അതിനൊരു ട്രെയിനിങ് ആണ്, അതാണ് വേണ്ടത്. കാരണം എന്ന് വെച്ചാൽ ഇപ്പം നമ്മളിപ്പോൾ നമ്മുടെ സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ മറ്റു രാജ്യങ്ങളിൽ, യൂറോപ്യൻ രാജ്യങ്ങളിൽ പോകുമ്പോഴല്ലോ നമ്മൾ ഹായോ ഫൈൻ ഗുഡ് മോർണിംഗ് ഐ ആം ഫ്രം ഇന്ത്യ. ഇന്ത്യ വെരി ഗ്രേറ്റ് കൺട്രി. അവർ സംസാരിക്കുള്ളൂ. നമ്മുടെ നാട്ടിൽ നമ്മൾ പുറത്തിറങ്ങി നടക്കുകയാണെങ്കിൽ ആണേണ്ടേ ഞാൻ അങ്ങോട്ട് മാർക്കറ്റിൽ വേറെ പണിയൊന്നുമില്ലല്ലേ, അപ്പൊരല്ലെങ്കിൽ ഏത് മാർക്കറ്റിലേക്ക് പോണെന്ന് പറഞ്ഞിട്ടുള്ളോ, വേറെ പണിയൊന്നുമില്ലല്ലേ, വെറുതെ നടക്കല്ലേ, എന്ത് വീട്ടിനുണ്ടേ ആ പറഞ്ഞൊരു സുഖമായി. ഞാൻ പോണേ വെറുതെ ഒരെണ്ണത്തിന് വെറുതെ വിടില്ല. നമ്മിപ്പോ അപ്പൊ ഇരിക്കുന്നത് അപ്പുറത്തെ വീട്ടില് ഒരു കാറ് വന്നു, ആരിപ്പോ അതിൽ വന്നോണേ, എന്തിനിപ്പോ ഈ സമയത്ത് വരണേ? നീ അമേരിക്കയിൽ UK അവിടെ കാറ് വരെ പോവേ, ദാറ്റ് ഈസ് എയർ പേഴ്സണൽ അഫയേഴ്സ്. അവിടെ ഇടപെടാനേ പാടില്ല. ഇടപെട്ട അപ്പ പോലീസ് വിളിച്ചറിയിക്കവരെ. ഇവിടെ എന്ന് വെച്ചാല് മനുഷ്യരെ ഞാൻ കണ്ടിട്ടാ, ഒരു വണ്ടി 2 കൂട്ടർ കൂട്ടിമുട്ടി. ചില ഗഡികൾ ചില നാട്ടിലുണ്ട്. എന്താ പ്രശ്നം? അതെ, നീ ഓടിച്ച് ശരിയായില്ല. അപ്പോൾ ഇവനെ എല്ലാവരും വിളിച്ചിട്ടുണ്ടത് പറയാനായിട്ട്. ഇവന് എന്നെ അന്വേഷിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഇവൻ കയറി ചെന്നിട്ട് അതെ നിന്റെ വണ്ടി കണ്ടാലറിയാം. നീ മുമ്പ് കണ്ടണ്ട? ഇല്ല. അല്ല, നീ അധികം വർത്താനം പറയണ്ട. ഇവർ 2 പേര് തീർക്കലിൻ്റെ ഇടയിൽ കൂടെ ചെന്ന് ഇവർക്ക് എങ്ങനെ ഇവർക്ക് എല്ലാത്തിലും ഇടപെടണം. ചില കേട്ടുകളുണ്ട്, അവർക്ക് എവിടെ എന്ത് സംഭവം ഉണ്ടോ അതിൻ്റെ കയറി ചാടും. ഒക്കെ അബദ്ധത്തിൽ ചെന്ന് ചാടുള്ളൂ. ഞാൻ പറയാറുണ്ട്, നിങ്ങൾ എന്തിനൊക്കെ ഇടപെടണേ? നിങ്ങളൊരാൾ വിളിച്ചിട്ടാണെങ്കിൽ ഓൾ റൈറ്റ്. ചില ആൾക്കാർ അങ്ങനത്തെ ഏത് ഗുലുമല്ലും ചെന്ന് ചാടും. എന്നാൽ കഴിവുണ്ടോ? ഇല്ല, വെറുതെ വർത്താനം പറയാനായിട്ട്. അപ്പം അതുകൊണ്ട് ഞാൻ പറയാം, നെഗറ്റീവായിട്ടുള്ള നമ്മുടെ തോട്ട് പാറ്റേൺ കളയുക, ബി പോസിറ്റീവ്. ഇപ്പോൾ വെയിൽ അങ്ങോട്ട് ഉദിച്ചു നോക്കിയാൽ പൊരിഞ്ഞ വെയിലിഷ്ടോ, എന്തൊട്ട് വെയില. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പോയി എന്തിട്ട് മഴയുണ്ട്, ആകെ മഴ. നിനക്ക് എന്തിട്ടോ വേണ്ടത്? വെയിൽ വന്നപ്പോൾ നീ അതിനെ ശപിച്ചു, മഴ വന്നപ്പോൾ അതിനെ ശപിച്ചു. നീ എന്തുണ്ടായാലും നിന്റെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാ? അപ്പോൾ നമ്മുടെ കുടുംബത്തിൽ പോലും ആൾ കല്യാണം കഴിഞ്ഞു, മരിയോള് പറയാണ്, അമ്മായിമ്മ കരുതണ്ട, ഞാനിതുപോലെ ഒരു മരിയോളായിട്ട് വന്നതാണ് അല്ലേ? അപ്പം നീ എന്തൊക്കെ ആഗ്രഹിച്ചുവോ അതൊക്കെ ഈ കുട്ടിക്ക് കൊടുക്കല്ലേ വേണ്ടേ? അങ്ങനെയല്ല, ഞാൻ അനുഭവിക്കാത്തതൊന്നും നീ അനുഭവിക്കണ്ട. ആണ് നെഗറ്റീവ്സ് എന്ന് പറയുന്നത്. അല്ലാതെ മനുഷ്യൻ അവൻ വലിയവനാകുന്നത്
അവൻ്റെ ഉള്ളിൽ നെഗറ്റീവ് എനർജികൾ ലൂസായി പോയാൽ രത്നം പോലെയാവും മനുഷ്യൻ. ഇപ്പം APJ അബ്ദുൽ കലാം, അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നിറമോ മുടിയോ പഠിപ്പോ ഒന്നല്ല ശ്രദ്ധിക്കുക ആൾക്കാർ, ആ ഒരു സ്വീറ്റായിട്ടുള്ള ക്യാരക്ടർ. മദർ തെരേസ എല്ലാവരും ഇഷ്ടപ്പെട്ടത്. അതുകൊണ്ട് ഞാൻ എല്ലാവരോടും ഈ അവസരത്തോട് പറയാണ്, നിങ്ങൾ ഈ നെഗറ്റീവ് ടോക്ക് ഉണ്ടല്ലോ, എല്ലാവരും കുറ്റം പറഞ്ഞിട്ട് ഞാൻ രാജാവാണ്, ആ കുറ്റമൊന്നും എനിക്കില്ല എന്ന് കാണിക്കേണ്ട രീതി ഉണ്ടല്ലോ, റോങ് ആണ്. ഞാൻ അത് പറഞ്ഞപ്പോഴല്ലോ ചേച്ചാ, ഇപ്പം ഈ നെഗറ്റീവ് തോട്ട്സ് കളയാനേ നമ്മൾ അറിവ് സമ്പാദിക്കുമ്പോൾ കുറേ മാറും. അതുപോലെ തന്നെ ഒരു കാര്യമാണല്ലോ യാത്രകൾ. ഇപ്പോൾ നമ്മൾ ഈ ട്രാവലിസ്റ്റ് എന്നുള്ള ഈ പ്ലാറ്റ്ഫോം സത്യത്തിൽ യാത്ര പ്രൊമോട്ട് ചെയ്യുന്ന യാത്രക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചാനലാണ്. അച്ഛൻ ഒരുപാട് യാത്ര ചെയ്തെന്ന് അറിയാം. ഇപ്പോൾ തന്നെ 3 രാജ്യങ്ങളിൽ ഇപ്പോൾ പോയിട്ടുണ്ട്. ഇനിയും പോകാൻ കിടക്കുന്നു. ഇപ്പോൾ അടുത്ത ആഴ്ചയിൽ ഒരു വർഷത്തിൽ ഞാൻ 3-4-5 ഔട്ട്സൈഡ് യാത്രകൾ വരാറുണ്ട്. പിന്നെ എൻ്റെ കിഡ്നി ആ കാലഘട്ടത്തിലൊക്കെ ഒത്തിരി യാത്രകൾ പോയിട്ടുണ്ട്. ലാസ്റ്റ് ഞാൻ പോയൊരു കൺട്രിയാണ് ബ്രൂണൈ. അത് അധികം ആൾക്കാർ പോവാത്ത സ്ഥലം, മലേഷ്യയിലൊക്കെ അടുത്തായിട്ട്. അവിടെയും പോയി. ബ്രൂണൈ സുൽത്താൻ ലോകത്തിൽ വലിയ കോടീശ്വരൻ എന്നൊക്കെ പറയണതൊക്കെ അവിടെയും പോയി. അവിടെ പോയിരുന്നു. പിന്നെ കുറേ രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. അവിടെ നമുക്ക് പഠിക്കാൻ ധാരാളം കാര്യങ്ങളുണ്ട്, മനുഷ്യരുടെ ക്യാരക്ടേഴ്സ്. അച്ഛൻ എന്താ യാത്രകൾ ശ്രദ്ധിക്കുന്നത് ഏറ്റവും കൂടുതൽ? അല്ല, ഏറ്റവും കൂടുതൽ ഞാൻ പോയാൽ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, അമേരിക്കയിൽ പോയി ഞാൻ ആലോചിക്കും, ഇവിടുത്തെ സമൂഹത്തിന് വേണ്ടി ചെയ്തിട്ടുള്ള വ്യക്തികൾ. അബ്രഹാം ലിങ്കൺ, സ്പ്രിംഗ്ഫീൽഡ്, ആദ്യം അവിടെ പോയി. സ്പ്രിംഗ്ഫീൽഡ് ലൈറ്റ് കണ്ടുപിടിച്ച ആള്, തോമസ് ആൽവ എഡിസൺ വീട്ടിൽ പോയി. ഐസക് ന്യൂട്ടൻ ആളുടെ വീട്ടിൽ പോയി. എഴുത്തുകാരൻ ഷേക്സ്പിയറിൻ്റെ വീട്ടിൽ പോയി. ഞാൻ കഴിഞ്ഞ വർഷം പോയി, ഇപ്രാവശ്യം കാണാൻ പറ്റില്ല, അവിടെ മെയിൻ്റെനൻസ് നടക്കണം, കാണാൻ പറ്റില്ല. ഷേക്സ്പിയർ. അപ്പം ഞാൻ എവിടെ പോയാലും അങ്ങനെയാണ്. അവിടെ കൽക്കട്ടയിൽ മദർ തെരേസ, ഗാന്ധിജി, പോർബന്ദർ, ഇങ്ങനെ എവിടെ പോയാലും ഇങ്ങനെയുള്ള മനുഷ്യർ താമസിച്ചിരുന്ന സ്ഥലത്ത് പോയാൽ നമുക്കൊരു പ്രത്യേക എനർജി കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എവിടെ പോയാലും ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഞാൻ ഫ്ലോറൻസ് നൈറ്റിംഗേൽ തപ്പിപ്പോകും. ഞാൻ ഏത് രാജ്യത്തിൽ ആദ്യം ഞാൻ ചോദിക്കും, ഇങ്ങനെയുള്ള ആൾക്കാരുടെ വീടുകൾ എവിടെയാണ്, അവിടെ നിന്ന് പോകണട്ടാ, അവിടെ പോകും ഞാൻ. അവിടേക്ക് ഞാൻ പോവും. അവിടെ ചെന്ന് എന്തായിരുന്നു അവരുടെ സിറ്റുവേഷൻസ്, അവർ താമസിച്ചിരുന്ന സ്ഥലങ്ങളല്ലേ, അവർ പ്രത്യേക ഒരു എനർജി അവിടെ ഉണ്ടാവും. അത് നമ്മളറിയാതെ നമ്മുടെ ഉള്ളിലേക്ക് കയറും. അപ്പോൾ കണ്ട ഞാൻ അതെല്ലാം എൻ്റെ മനസ്സിൽ കയറി ഇത്രയും കാര്യങ്ങൾ. പിന്നെ ഞാൻ പോകുന്ന രാജ്യങ്ങളിൽ പോയി കാണാൻ ഇഷ്ടപ്പെടുന്ന 2 സ്ഥലങ്ങളുള്ളത്, ഒന്ന് ഗാർഡനുകളാണ്, തോട്ടങ്ങൾ. മനസ്സിലായ അതൊരു ഗംഭീര കാര്യങ്ങളാണ്. ചില സ്ഥലത്തൊക്കെ നിന്നും ഏക്കർ കണക്കിനുള്ള തോട്ടങ്ങളാണ്, നഴ്സറികളും തോട്ടങ്ങളും. 35 ഏക്കർ സ്ഥലമുള്ള ഒരു ലോറ എന്ന് പറഞ്ഞിട്ടൊരു ലേഡി ഉണ്ട് അമേരിക്കയിൽ, 35 ഏക്കർ. അപ്പോൾ അവിടെ അങ്ങനെ തോട്ടങ്ങളാണ് എൻ്റെ യാത്രയുടെ ഒരു കാര്യം. പിന്നെ അച്ഛൻ്റെ ഒരു ഹോബീസ് ഞാൻ കേട്ടിട്ടുണ്ട്, ഈ പ്ലാന്റ്സിൻ്റെ റിജുവിനേഷൻ, ഈ വലിയ ട്രീസ് ഒക്കെ പലതും. മിയാവാക്കി ഫോറസ്റ്റ് ഒക്കെ ഉണ്ട് എനിക്ക് അവിടെ. ഫെഡറേഷൻ്റെ അവിടെ ഉണ്ട് എനിക്കിപ്പോൾ 1 ഏക്കർ സ്ഥലത്ത്. പിന്നെ ഞാൻ പോണ ഒരു സ്ഥലമാണ് ഈ സൂ, മൃഗങ്ങൾ വളർത്തുന്ന സ്ഥലങ്ങൾ. അതെവിടെയുണ്ട് അവിടെ ഞാൻ ചെല്ലും. എനിക്കുണ്ട് ഇപ്പോൾ 10-60 കിളികളും. ഇപ്പം എനിക്കുണ്ട്, എൻ്റെ പള്ളിയിലുണ്ട്. നമ്മൾ വലിയൊരു ബേർഡ് സാങ്ച്വറി ഉണ്ടാക്കുന്നുണ്ട് ഞാൻ. അവിടെ പോയാൽ ഞാൻ ഉണ്ടാക്കും. കാരണം ഈ മൃഗങ്ങൾ, പക്ഷികൾ, അതുപോലെ തന്നെ ജീവജാലങ്ങളുണ്ടല്ലോ, ഇവർക്ക് ഒരു സാധനം ഇല്ല. അതാണ് അവരുടെ ഒരു ഇത്. എന്താണെന്നറിയോ? അസൂയില്ല. ഇവർക്ക് നമ്മളോടൊരു യാതൊരു അസൂയില്ല, പ്രതികാരമില്ല, വിദ്വേഷമില്ല, ഇതൊന്നും ചതിയില്ല, വഞ്ചനയില്ല. ഇതൊന്നും ഇല്ലാത്ത ഈ ലോകത്തിലെ ജീവജാലങ്ങളാണ് പക്ഷികൾ, മൃഗങ്ങൾ. ആനയ്ക്കൊന്നും പ്രതികാരമില്ല, പാമ്പ്, അതൊക്കെ വെറുതെ മനുഷ്യണ്ടാക്കി പറയണതാണ്. കാരണം അവർക്ക് അതിൻ്റെ മനസ്സിലല്ലോ, അവർക്ക് ഈ മനസ്സിലല്ലേ ഈ സാധനങ്ങളൊക്കെ സൂക്ഷിക്കാൻ പറ്റുള്ളൂ. അവർക്കൊന്നും മനസ്സില്ലല്ലോ. അതേ ഹാപ്പി, ഓൾവേസ് ഹാപ്പി. മനസ്സിലാണ് ഈ ദുഃഖങ്ങൾ വന്ന് തളം കിട്ടുന്നത്. അപ്പോൾ ഞാൻ 2-3 സ്ഥലങ്ങൾ, ഒന്ന് മഹാന്മാരുടെ സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാൻ പോകും. രണ്ടാമത്തത് ഇങ്ങനെയുള്ള ഗാർഡനുകൾ, വലിയ വലിയ ഗാർഡനുകൾ പോകും. മൂന്നാമത്തത് ഇങ്ങനെയുള്ള സൂ ആയിട്ടുള്ള മൃഗശാലകൾ. അത് നല്ല രസമാണ്. ചിലയിടത്ത് കൂടുകൾ നമ്മളാണ് കൂട്ടില്ല, അവർ പുറത്ത്. സഫാരികളിലൊക്കെ ജീപ്പ് സഫാരി. അതുപോലെ അച്ഛൻ്റെ ഒരു ഹോബി ഞാൻ കേട്ടിട്ടുള്ളത്, ഈ അഡ്വഞ്ചറിൽ കുറച്ച് കൈവച്ചിട്ടുണ്ട്. അത് അതിന് വേണ്ടിയിട്ട് പോയതല്ല ഞാൻ. നമുക്കൊരു കോസിന് വേണ്ടി നിൽക്കേണ്ട വരുമ്പോൾ എന്ത് ത്യാഗത്തിന് ഞാൻ തയ്യാറാവും. അപ്പോൾ UK പോയപ്പോഴാണ് അവിടെ സ്കൈ ഡൈവ്, അവിടെ കിഡ്നി പേഷ്യൻസിനെ അവിടെ സഹായിക്കാൻ
സെലിബ്രിറ്റീസ് വന്നിട്ട് ഇത് ചെയ്യും. അപ്പോൾ ഒരു വെബ്സൈറ്റ് ഒരെണ്ണം തുടങ്ങും, എന്നിട്ട് അതിൽ പറയും, ഫേസ്ബുക്ക് തുടങ്ങും, ദി സെലിബ്രിറ്റീസ് ഡൂയിങ് സ്കൈ ഡൈവ് പ്ലീസ് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ $100 $500 വരെ പൗണ്ടൊക്കെ സപ്പോർട്ട് ചെയ്യും. അപ്പം ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, യു ആർ എൻ ഇന്ത്യൻ, യെസ് ഐ മീൻ യു വിൽ ബി ദ ഫസ്റ്റ് ഇന്ത്യൻ. റെക്കോർഡാണത്, ഇന്ന് ലിംക ബുക്ക് ഓഫ് റെക്കോർഡാണത്. ഞാൻ മാത്രം കൊണ്ട് ഒരാൾ ഇന്ന് വരെ ഇന്ത്യയിൽ നിന്ന് ചാടിയിട്ടുള്ളൂ. ധോണി 11,000 ചാടിയത്, ഞാൻ 15,000 കയറ്റിയെന്നാ ചാടിയത്. ധോണിക്ക് 2 കിഡ്നി, എനിക്ക് 1 കിഡ്നി. അപ്പോൾ 2 റെക്കോർഡായിരുന്നു. അതായത് 1 കിഡ്നി ആയിട്ട് ജമ്പ് ചെയ്ത ഒരാൾ ഞാനുള്ളൂ. പിന്നെ ഒരാൾ ചാടിയിട്ടുണ്ട്, ഒബാമയുടെ അപ്പൻ. ആൾക്കൊരു കിഡ്നി ഉള്ളൂ തോന്നുന്നു. അപ്പോൾ 1 കിഡ്നി ആയിട്ട് ഒന്ന്, രണ്ടാമത് ഇന്ത്യൻ. അങ്ങനെ 15,000 അടിയുടെ മുകളിൽ നിന്ന് 7.5 മിനിറ്റ് കൊണ്ട് ഞാൻ ലാൻഡ് ചെയ്തു. അല്ല, അത് നമ്മളൊരു കോച്ചിന് വേണ്ടി ചെയ്യുമ്പോൾ അതൊന്നും നമുക്കൊരു ഭാരമുള്ള കാര്യം. ശരിക്കും എൻ്റെ ഓപ്പറേഷൻ ഉണ്ടല്ലോ, ലെഗ് ഷോറിൽ നടന്ന ഓപ്പറേഷൻ, അതിനേക്കാൾ റിസ്ക് ആണിത്. അത് ഭൂമിയിലല്ലേ, ബാക്കിയുള്ളവരൊക്കെ അടുത്തുണ്ടല്ലോ. ഇത് ഞാൻ വിട്ട് കഴിഞ്ഞാൽ ഒന്നുമില്ല. അതെന്റെ വീഡിയോ ഉണ്ട് യൂട്യൂബിലൊക്കെ. അതായത് പ്ലെയിനിൽ ചാടിയിട്ട് പ്ലെയിൻ അങ്ങനെ പോവാണ് ആകാശത്തേക്കൂടെ, നമ്മളെ എയറിക്കൂടെ ഇങ്ങനെ വരികയാണ്. ഒരു 1.5 മിനിറ്റ് ഫ്രീ ഫോൾ. ആ ഫ്രീ ഫോളിൽ ശരിക്കും ചെവിട്ടിക്കൂടെ കുറേ കിളികൾ പറന്നുപോയി. ശരിക്കും അയർ മൂക്കിക്കൂടെ പോയിട്ട് ചെവി മാത്രമല്ല, ബാക്കിയൊക്കെ നമ്മളൊരു പ്രത്യേക ഡ്രസ്സിൽ ഒരു 1.5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അത് ഓപ്പണായി. നമ്മൾ 7.5 മിനിറ്റ് കൊണ്ട് താഴെ ലാൻഡ്. പാരച്യൂട്ട് നമ്മളല്ലേ ചെയ്യാൻ. ഞാൻ ടാൻഡം സ്കൈ ഡൈവ് ആണ്. എൻ്റെ മുകളിൽ ഒരാളുണ്ട്, എൻ്റെ പുറത്തൊരാൾ കിട്ടുക, അയാളാണത് ഓപ്പൺ ചെയ്യുക. അങ്ങനെ ഞാൻ ലാൻഡ് ചെയ്ത്. അത് വലിയൊരു വാർത്തയായി. വാർത്ത മാത്രമല്ല, ഓർഗൻ ഡൊണേറ്റ് ചെയ്ത ഒരാൾക്ക് ഇതുപോലും ചെയ്യാം, അതിനെ ബോധ്യപ്പെടുത്താൻ ഞാൻ നോക്കിയത്. ആൾക്കാരിക്കും ആള് കിഡ്നി പോടാ, ആൾക്ക് വയ്യ, ആറ്റിറ്റ്യൂഡില്ല. അതിനെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഞാൻ അത് ചെയ്തത്. കാരണം ഇപ്പം ഞാൻ 16 വർഷമായി, 33 രാജ്യങ്ങൾ അതിന് ശേഷം യാത്ര ചെയ്തിട്ടുണ്ട്. മനസ്സിലായിണ്ട? ഒരു 15,000 20,000 വേദികളിൽ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. നമ്മളിതുപോലെയല്ലേ പ്രസംഗിക്കുമ്പോൾ. ഇപ്പൊ എനിക്ക് അങ്ങനെ പ്രസംഗിക്കുമ്പോൾ 1 മണിക്കൂർ 2 മണിക്കൂർ ടയർഡാവും. മറ്റേ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഫുൾ പവറിൽ സംസാരിക്കും. എനിക്കതിൽ ഇഷ്ടപ്പെട്ടിട്ടുള്ളത് കഥകളാണ് പറയുന്നത്. അത് കുറേ കഥകൾ എൻ്റെ ഓർമ്മയിലുണ്ടായിരുന്നു, അതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇവിടെ നിന്ന് വരണേ. അതെല്ലാം നമ്മൾ റീഡിങ്. എൻ്റെ കയ്യിൽ ഏറ്റവും കൂടുതൽ എൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ബുക്സാണ്. ആരും എൻ്റെ എയർപോർട്ടിൽ എനിക്ക് ഇത്തിരി സമയം കിട്ടിക്കഴിഞ്ഞാൽ അപ്പം ഞാൻ അവിടെ ബുക്ക് സ്റ്റോളിൽ കയറും. അടിപൊളി സാധനങ്ങൾ. ഒരാൾ ബുക്ക് എഴുതി തന്നിട്ട് ലൈഫ് മുഴുവനാണതേ. അതിൻ്റെ ഉള്ളിൽ ചെറിയ എനിക്കൊരു ഒരു പേജിൽ ഒരു തോട്ട് പോയി ആ പുസ്തകം തൃശ്ശൂർക്കാരൻ്റെ സാധനമായി മാറും. അങ്ങനെ എല്ലാ കഥയിലും മറ്റേ റോസി ചേച്ചിയും. അതായത് റോസി ത്രേസ്യാമി നമ്മുടെ ആൾക്കാരാണ്. പിന്നെ ഔസപ്പേട്ടനും ലോനപ്പേട്ടനും 4 പേരുടെ കാര്യം ഞാൻ തീരുമാനമാക്കിയിട്ടുണ്ട്. ശരിക്കും അച്ഛൻ്റെ കാര്യം പറയുമ്പോൾ ഓരോരുത്തർക്കും ഓരോ ആനേനെ പലതിൽ കാണുന്ന പറഞ്ഞ പോലെയാണ്. ചില ആൾക്കാർക്ക് കിഡ്നി കൊടുത്ത അച്ഛൻ, കിഡ്നി അച്ഛൻ. ചില ആൾക്കാർക്ക് ഈ പറയുന്ന വീട് വെച്ച് കൊടുത്ത, കല്യാണം നടത്തി കൊടുത്ത്, അങ്ങനെ ഓരോരോ കാര്യങ്ങളിലാണ് ഓരോരുത്തരും. അല്ല നമ്മുടെ ജീവിതത്തിൽ ഓരോ സാഹചര്യങ്ങൾ വരും. ഇപ്പോൾ ഞാനിപ്പോൾ കുന്നംകുളത്ത് ഒരു അപ്പു എന്ന് പറഞ്ഞൊരു കിഡ്നി രോഗിയെ കണ്ടപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ഇവനെ സഹായിക്കണല്ലോ. അപ്പോൾ തോന്നി അവിടെ പെരുന്നാളെടുക്കണം. അപ്പോൾ ഒരു കപ്പലുണ്ടിക്കാരുടെ ആ കപ്പലിനുണ്ടി എനിക്ക് തടാ ഒരു ദിവസത്തേക്ക് എത്ര നിങ്ങൾക്ക് കിട്ടും? 2,000 ഞാൻ തരാം. 2,000 കൊടുത്ത് കപ്പലണ്ടി വാങ്ങിച്ചു. 30 കിലോ കപ്പലണ്ടി വാങ്ങിച്ചു വന്ന് പള്ളിയിലെ കോമ്പൗണ്ടിൽ കയറ്റി അച്ഛൻ അനുവദിച്ച്. ഞാൻ പറഞ്ഞു അപ്പൂനെ അവിടെ ഇരുത്തി, കിഡ്നി രോഗിനെ അവിടെ ഇരുത്തി. ഞാൻ പറഞ്ഞു 1 ലക്ഷം രൂപ ഇട്ടിട്ട് ഞാൻ അവിടെ നിന്ന് പോവില്ല, കപ്പലണ്ടി ഫ്രീ ആണ്. അവിടെ ഒരു ബക്കറ്റ് വെച്ചു, അപ്പൂനെ അവിടെ ഇരുത്തി. ആൾക്കാർ ചരവര വന്നു. 4 മണിക്കൂർ നിന്ന് അങ്ങോട്ട് വറുത്തു ഞാൻ കപ്പലണ്ടി. അപ്പൊ അച്ഛൻ ഇങ്ങനെ കപ്പലണ്ടി എടുത്തറ ഫ്രീ ആണ്. അപ്പുണ്ട് കേട്ടോ, കാശ് കിട്ടോ. 5,000 രൂപയ്ക്കാണ് ഒരാൾ ഒരു പുതിയ കപ്പലിലേക്ക് കൊണ്ടുപോയത്. അങ്ങനെ 4 മണിക്കൂർ കഴിയുമ്പോൾ നിർത്തി ഞാൻ പൊട്ടിക്കാൻ പറഞ്ഞു. ബക്കറ്റ് എണ്ണാൻ പറഞ്ഞു. 1,04,000 രൂപ ഫിനിഷ്. ആ പൈസ അപ്പനോട് കൊടുത്തു. ഇമ്മീഡിയറ്റ് ആക്ഷൻ ആണ്. കാരണം നമുക്ക് നാളെ ഇല്ല. ഞാനെപ്പോഴും ആൾക്കാരോട് പറയാറുണ്ട്, ജീവിതത്തിൽ നിങ്ങൾ വിചാരിക്കുക 2 ദിവസത്തിലൊന്നും ചെയ്യാൻ പറ്റില്ല. ഇന്നലെയും നാളെയും. ഇന്നലെ ഡെഡ് ബോഡിയാണ്, ടുമാറോ അൺബോൺ ചൈൽഡാണ്, ജനിച്ചിട്ടേ ഇല്ല. ടുഡേ നിന്റെ കയ്യിൽ ഒരു ദിവസമുള്ളോ? നീ ജനിച്ചത് ഒരു ദിവസം, മരിച്ചത് ഒരു ദിവസം, ജീവിക്കുന്നത് ഒരു ദിവസം. 1 day for you. Just 1 day. Just 1 day. Don't miss it.
അതാണ് ആൾക്കാരോട് നമ്മൾ പറയുന്നത്, ഡോണ്ട് മിസ് ഇറ്റ്. നിങ്ങൾ എന്തിനാ ലൈഫിനെ മിസ് ചെയ്യണേ? നിങ്ങൾക്ക് നമ്മുടെ കാലില്ലാത്തവരില്ലേ, കൈയില്ലാത്ത, രണ്ടും കൈയും കാലില്ലാത്തവർ മിക്കില്ലേ, ഉണ്ടപ്പക്കം കണ്ടിട്ടില്ലേ, ഉയരില്ലാത്തവരില്ലേ, തടിയുള്ളവരില്ലേ, ഉണ്ട്, വീടില്ലാത്തവരില്ലേ ഈ ലോകത്ത് ഉണ്ട്, കല്യാണം കഴിക്കാത്തവരില്ലേ, മക്കളില്ലാത്തവരില്ലേ, ഭാര്യ മരിച്ചു പോയവരില്ലേ, ഭർത്താവില്ലാത്തവരില്ലേ, ഇതൊക്കെ ലോകത്തുണ്ടല്ലോ. അവരൊക്കെ സൂയിസൈഡ് ചെയ്യണോ? സോ ദർ ഇസ് എ വേ. അതിലൊക്കെ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അത്രയും മാഗ്നറ്റാണ് അവൻ. ഈ പ്രഷർ കുമിഞ്ഞു കൂടുന്നതാണ് പ്രശ്നം. അപ്പം അതിന് റിലീസ് ചെയ്യാനായിട്ടാണ്. അതായത് കേൾക്കാം എന്ന് പറയുന്നത് അവൻ്റെ ഉള്ളിലുള്ള സർവ്വ ഗ്യാസും കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പോയിക്കൊണ്ടിരിക്കും. കൂളാവും. ബി കൂൾ. അച്ഛൻ്റെ യാത്രകൾ, അച്ഛൻ്റെ ഇഷ്ടങ്ങളൊക്കെ പറഞ്ഞു. അതിൻ്റെ ഇടയിൽ അച്ഛൻ പറഞ്ഞതാണ് ഒരു സർവ്വമത സമ്മേളനം റോമിൽ പോയെന്ന് പറഞ്ഞു. അതിനെ പറ്റി ഒന്ന് പറയാം. അതായത് നമ്മുടെ ശിവഗിരി മഠത്തിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു സംഭവമാണ് ശിവഗിരി മഠം. ആലുവയിലാണ് ശ്രീനാരായണ ഗുരു വന്നിട്ട് സ്ഥാപിച്ചത്. അവിടെ വെച്ച് ഒരു സർവ്വമത സമ്മേളനം 100 വർഷം മുമ്പ് ശ്രീനാരായണ ഗുരുവാണ് ചെയ്തത്, തുടങ്ങിയത്. ഒരു ജാതി, ഒരു മതം, ദൈവം, അതുപോലെ തന്നെ മതമേതായാലും മനുഷ്യൻ നന്നായി മതി എന്നൊക്കെ പറഞ്ഞ ശ്രീനാരായണ ഗുരു. അപ്പോൾ ഈ ശിവഗിരി മഠം ഇതിൻ്റെ 100ാമത്തെ സെൻറ്റിനറി വത്തിക്കാനിൽ വെച്ച് നടത്താൻ അവർ ആഗ്രഹിച്ചു. അങ്ങനെ കൂവക്കാട്ട് തിരുമേനിയൊക്കെ കണ്ട് സംസാരിച്ച് മാർപ്പാപ്പനെ പോയി കണ്ട് അവിടെ വെച്ച് അതിൻ്റെ ഉദ്ഘാടനം ചെയ്യാൻ ഉദ്ദേശിച്ചു. ഞാനതിലൊരു ടോക്ക് കൊടുത്തിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ഇതുവരെ മാർപ്പാപ്പയുടെ അടുത്ത് അങ്ങനെ എത്തിയിട്ടില്ല. ഇവരാണ് എന്നെ കൊണ്ടുപോയത് മാർപ്പാപ്പയുടെ അടുത്ത്. അപ്പോൾ കാത്തലിക്കിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവായിട്ട് ഞാനുണ്ടായിരുന്നു, കാത്തലിക് ഇന്ത്യയിൽ നിന്ന്. അതൊരു വലിയൊരു അനുഭവം. അവരുടെ പല ആലുവയിലെ പല സമ്മേളനത്തിൽ ഞാൻ പോയി സംസാരിച്ചിട്ടുണ്ട്. അവർക്ക് എന്നെ അറിയാം. അങ്ങനെ ഞാൻ അവിടെ പോകുന്നു. ഒരു 50 പേർക്ക് കാണാനുള്ള സൗകര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാർപ്പാപ്പ എല്ലാവരെയും കണ്ടു. പോയ എല്ലാവരും മാർപ്പാപ്പ, കൊച്ചു കുട്ടികളെ എല്ലാവരും പേഴ്സണലായിട്ട് അടുത്ത് ചെന്ന് മുട്ടുകുത്തി കൈമുത്തി. അത് ഭയങ്കര. ഗോപുവിൻ്റെ നന്ദനത്തിൻ്റെ കൂടെ ഞാൻ പോയത്. ഗോപു എൻ്റെ ക്ലാസ്മേറ്റാണ്. അവൻ അച്ഛൻ വരാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ അവിടെ എത്താനിടയായത്. അതൊരു നല്ലൊരു അനുഭവമായിരുന്നു അവിടെ ചെന്ന് പറ്റിയത്. അതിനുശേഷം ഈ സർവ്വമത സമ്മേളനം സിംഗപ്പൂർ, റഷ്യ, UK പല സ്ഥലങ്ങളിൽ നടത്തുന്നുണ്ട് അവർ. അതിൽ ഞാൻ UK ഞാൻ വീണ്ടും പോയി. അവിടെ ചെന്നപ്പോഴാണ് ഈ ക്യാൻസർ ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ അറിയേണ്ടതായത്. 15 വീടുകളിൽ ഞാൻ പോയി. 10 ദിവസങ്ങളിൽ 15 ക്യാൻസർ രോഗികളെ കണ്ടു. അപ്പോഴേ ഡോക്ടർമാർ പറഞ്ഞു 3-ൽ ഒരാൾക്ക് ക്യാൻസർ വരാൻ സാധ്യതയുണ്ട്. എന്താണ് അതിൻ്റെ കാര്യം? അത്രമാത്രം നമ്മുടെ ഫുഡ് പോയ്സണസായി, ഫുഡ് പോയ്സണായി മാറി. കാരണം നമ്മൾ കഴിക്കുന്നത് ഫുഡല്ല, നമ്മൾ കഴിക്കുന്നത് പോയ്സൺ ഫുഡാണ്. മറ്റേത് അവർ പോയ്സൺ മാത്രമായിട്ട് കഴിക്കും, നമ്മൾ മിക്സ് ചെയ്ത് കഴിക്കും. അപ്പം അങ്ങനെ ഞാൻ പോയി വന്നതിന് ശേഷം ഒരു 2 ആഴ്ചയപ്പോൾ ഞാനൊരു പള്ളിയിൽ ധ്യാനിപ്പിക്കുമ്പോൾ എനിക്കൊരു കോൾ വന്നു, വത്തിക്കാനെന്ന് പറഞ്ഞിട്ട്. ഞാൻ ചോദിച്ചു വത്തിക്കാനെന്നാ, ഇതെന്താ, ആരാന്ന്? ഫാദർ സാന്റിയാഗോ. അപ്പോൾ എനിക്ക് ഫേക്കാണെന്ന് തോന്നി. ഞാനും പറഞ്ഞു ഐ ആം ഹാവിങ് എ റിട്രീറ്റ്, ഐ വിൽ കോൾ യു ആഫ്റ്റർ 1 hour എന്ന് പറഞ്ഞിട്ട് വെച്ച് ഞാൻ നേരെ കൂവക്കാട്ട് തിരുമേനി വിളിച്ചു. ഇങ്ങനൊരു കോൾ വന്നിട്ട്, ഇത് ഫേക്കാണോ? ഫാദർ സാന്റിയാഗോ. അത് ഫേക്ക് അല്ല അച്ഛാ, അത് എൻ്റെ അക്കാദമിയിൽ നിന്ന് വിളിച്ചിട്ടുള്ളതാണ്. ഓർഗൻ ഡൊണേഷൻ്റെ കാര്യം ഏറ്റെടുത്തിട്ട് അച്ഛൻ അതിന് ഇന്ത്യയുടെ റെപ്രസെൻറ്റേറ്റീവ് എന്നെ തിരഞ്ഞെടുത്തിട്ടുള്ള. അങ്ങനെ UK, നെതർലൻഡ്, സ്പെയിൻ, ഇറ്റലി അവർക്ക് വേണ്ടിയിട്ടൊരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്, ഡെലിവർ എന്ന് പറഞ്ഞിട്ട്. അതിൽ ഞാനിപ്പോൾ നമ്മുടെ ജിബു ഉണ്ടല്ലോ, വെള്ളിമൂങ്ങ പിടിച്ച, അവൻ്റെ നേതൃത്വത്തിൽ 10-25-20 ലക്ഷത്തോളം ചിലവഴിച്ച് ഓർഗൻ ഡൊണേഷൻ്റെ 2-3 ഡോക്യുമെൻറ്റുകളൊക്കെ പിടിച്ച് റോമിലേക്ക് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും ഒരു ഡെവലപ്മെൻറ്റായി. ഇനിയിപ്പോൾ അതിൻ്റെ ഡെവലപ്മെൻറ്റുകൾ വരുമ്പോൾ റോമിൽ പോകേണ്ടി വരും എന്നൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു. കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഈ അവയവദാനം എന്ന് പറയുന്നത് മനുഷ്യന് ഛേദമില്ലാത്ത ഉപകാരമാണ്. മരിച്ചു കഴിഞ്ഞിട്ട് ഇത് കത്തിച്ച് കളഞ്ഞ് പലപ്പോഴും ഈ കല്ലറകളൊക്കെ പണിതിട്ട് പള്ളികളിലുണ്ടല്ലോ, എന്തോരം ആ ഒരൊറ്റ കല്ലറ കാശിൽ ആൾക്ക് വീട് പണിത് കൊടുക്കാം. അയാൾ മരിച്ച ആളുടെ എല്ലും അസ്ഥിയും കിടക്കാൻ വേണ്ടിയിട്ട് കല്ലറ. എൻ്റെ ബോഡി മെഡിക്കൽ കോളേജിലാണ്, ഞാൻ അന്ന് അബ്ദുൽ കലാമിൻ്റെ കയ്യിൽ കൊടുത്തിട്ടുള്ളതാണ്. ഞാൻ പറഞ്ഞു ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ബോഡിക്ക് യാതൊരു വിലയില്ല. ഈ ബോഡി എന്ന് പറയുന്നത് ഇത് പെരിഷബിളാണ്. ഇത് മണ്ണിലേക്ക്, മനുഷ്യൻ ഈ മണ്ണാണ്, മണ്ണിലേക്ക് പോവും. മണ്ണിൽ പോണതിന് മുമ്പ്
നമ്മുടെ ബോഡിയിലെ എല്ലാ അവയവങ്ങളും മറ്റുള്ളവർക്ക് കൊടുത്താൽ അവർ ഇനിയും ജീവിക്കും. ഇപ്പം ഞാൻ മരിച്ചു എന്ന് വയ്ക്കുന്ന എൻ്റെ ഒരു കിഡ്നി മരിക്കില്ല, അതാ അവൻ്റെ വയറ്റിലിരിക്കണേ. മനസ്സിലായ? സോ ദാറ്റ്സ് എ മിറക്കിൾ. നമുക്ക് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ സാധിക്കും. എൻ്റെ മെഡിക്കൽ കോളേജിലേക്ക് എൻ്റെ ബോഡി കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത്. കാരണം ആൾക്കാർ പഠിക്കട്ടെ. നമ്മുടെ ഈ ബോഡി കൊണ്ട് നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഈ ബോഡി. കണ്ണാട എന്തിനാ? കാണാൻ വേണ്ടിയിട്ട്. വെറുതെ കണ്ണാടി എടുത്ത് തിന്നും നമ്മൾ. കണ്ണാട നല്ല ഉപയോഗം ഉണ്ടാ? ഓൺലി ടു സീ ക്ലിയർലി. അതുപോലെ ജീവിക്കാൻ വേണ്ടി മാത്രം തന്നിട്ടുള്ള ഉപകരണമാണ് ദിസ് ബോഡി. മനസ്സിലായോ? ഇതിൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവുണ്ട്, അത് മരിക്കില്ല. ഇറ്റ് വിൽ ഗോ ബാക്ക്. അപ്പോൾ അതുകൊണ്ട് ഈ ശരീരത്തിനെ അല്ല നമ്മൾ വിലമതിക്കേണ്ടത്. വിലമതിക്കണം, മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ അതിന് വാല്യൂ കൂടി. ഇപ്പം എന്നേക്കാൾ വാല്യൂ എൻ്റെ കിഡ്നി ഗോപിനാഥനെ അവൻ്റെ വയറ്റിലിരിക്കണതാണ്. അതല്ല അവനും ജീവിപ്പിക്കണത്. അപ്പോൾ ഈ റോമിലേക്ക് പോകാൻ പറ്റിയത് അതൊരു വലിയൊരു ഭാഗ്യമുള്ള മാർപ്പാപ്പ. അതിന് ശേഷം 2 മാസം 3 മാസം കഴിഞ്ഞപ്പോഴാണ് മാർപ്പാപ്പ ദൈവപ്പക്കലേക്ക് യാത്രയായത്. അന്ന് വരുമ്പോൾ തന്നെ ഇങ്ങനെ പതുക്കെ പതുക്കെ എന്തൊരു ഡിവൈൻ സ്പിരിറ്റാണ് ആൾ സമൂഹത്തിന് പറഞ്ഞു കൊടുത്തതെന്നറിയും. എല്ലാ മനുഷ്യരെ ചേർത്ത് വിളിച്ച ക്രിസ്തുവിൻ്റെ തനി പുരോഹിതനായിരുന്നു, തനി കർത്താവിൻ്റെ സാന്നിധ്യമായിരുന്നു. വ്യത്യസ്തമായിരുന്ന യോഗമായിട്ടാണ്. തീർച്ചയായിട്ടും പോണതിന് മുമ്പ് തന്നെ എനിക്ക് കാണാനായിട്ട് പറ്റി. അപ്പോൾ ഡേവിസ് അച്ഛനെ നമുക്ക് ഒരുപാട് സമയം കേൾക്കാൻ പറ്റി. മാത്രമല്ല നിങ്ങളെ കേൾക്കാൻ വേണ്ടിയിട്ട് അച്ഛനും അച്ഛൻ്റെ ഒരു വലിയൊരു സന്നാഹവും അവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നിങ്ങൾക്ക് 2 രീതിയിൽ ഭാഗമാവാം. ഒന്ന്, അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അതിൽ മറ്റുള്ളവരെ കേൾക്കാൻ തയ്യാറായി നിങ്ങൾക്ക് മുന്നോട്ട് വരാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റാത്തൊരു പ്രശ്നമായിട്ട് നിങ്ങൾക്ക് അവരെ വിളിക്കാം. അച്ഛൻ്റെ ടീം സുസജ്ജമാണ്. ഫുൾ അത് ഒന്നൊന്നര ടീമായിരിക്കും, അതിന് സംശയം വേണ്ട. എൻ്റെ സന്തോഷം എന്ന് വെച്ചാൽ നമ്മളൊരു കാര്യം പറഞ്ഞാൽ അത് 10 പേര് അത് പറ്റ കാര്യമാണ് വെച്ചാൽ എന്തുട്ട് ഇതൊക്കെ എങ്ങനെ പറ്റുക വേണ്ട. 10,000 പേരൊരു അച്ഛൻ അല്ലകല്ലേ എന്ന് പറയും. 10,000 പേര് 10 പേര് നമ്മൾ വിട്ടോളം പറയും. 10,000 പേര് പിന്നാലെ വരും നമ്മുടെ കൂടെ. കാരണം അത് നമ്മുടെ ഒരു അനുഭവമാണത്. നമ്മളൊരു കാര്യം പറഞ്ഞാൽ അത് അപ്പം അത് ആക്സെപ്റ്റ് ചെയ്യാനും. ആൾക്കാർക്കൊക്കെ ഒരു പുതിയ കാര്യം പറഞ്ഞാൽ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട്. ട്രഡീഷണലായിട്ട് അവർ പോവുള്ളൂ, അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും ചിന്തിക്കില്ല. അങ്ങനെയാണ്. ഇപ്പോൾ നമ്മൾ കിഡ്നി കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ എന്താടാ സാധ്യമാണെന്ന് ആൾക്കാർ വിചാരിക്കും. അസാധ്യമായ കാര്യങ്ങളാണ്. നമുക്ക് അസാധ്യമായ ഒന്നുമില്ല. ദൈവം നമ്മുടെ കൂടെയുണ്ട്. നമ്മൾക്ക് സ്വാർത്ഥതയില്ലെങ്കിൽ എല്ലാം സാധ്യമാണ്. ഇപ്പം ഞാനിന്ന് ആ UK പോയി ഡോക്ടർ ജസനെ കാണുന്നു, ദീപകിനെ കാണുന്നു. ആ 2 പേരെ ഇരുത്തിയിട്ട് വേറെ ആരുമില്ലട്ടാ, ഡാ ഇവിടെ അങ്ങോട്ട് തുടങ്ങണ് എന്തൊട്ട് കേൾക്കാം എന്നൊരു പേര്, അതുപോലെ അത് മതി വെച്ചാന്ന് പറഞ്ഞു അടിച്ചു. പിന്നെ അങ്ങോട്ടും പെരുമഴ, അങ്ങോട്ട് കത്തി കയറി കൊട്ടി കയറി പൂരം. അതുപോലെ നമ്മൾ അങ്ങോട്ട് മുന്നോട്ട് പോകും. കുറേ മനുഷ്യരെ നമ്മൾ ജീവിതത്തിൻ്റെ ഇരുട്ടറകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരും. എൻ്റെ ഒരു ഭാഗ്യം എന്ന് വെച്ചാൽ അച്ഛൻ ഇത്ര അടുത്തിരുന്ന് കേൾക്കാൻ പറ്റി, അച്ഛൻ്റെ കഥകൾ കേൾക്കാൻ പറ്റി, യാത്രകളെ പറ്റി പറയാൻ പറ്റി, അച്ഛൻ്റെ പുതിയ ഒരു മിഷനെ പറ്റിയിട്ട് സംസാരിക്കാൻ പറ്റി, പുതിയ പ്രൊജക്ട്. അപ്പോൾ അതിന് എല്ലാവിധ ആശംസകളും. നമ്മുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവും. എല്ലാവരും ഉണ്ടാവണം. അതുപോലെ തൃശ്ശൂരിൽ നിന്ന് ഇങ്ങോട്ട് വന്നു, നമ്മുടെ ഒരു കുറച്ച് സമയം നമുക്ക് വേണ്ടി മാറ്റി വെച്ചു, ഒരുപാട് തിരക്കുകളുടെ ഇടയിൽ മാറ്റി വെച്ചു. അതിൽ ഒരുപാട് നന്ദി. താങ്ക് യു.